അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത്തം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ബഹുമാന്യനായ അധ്യക്ഷൻ, ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച അമീർ ബഹുമാന്യനായ ആരിഫ് അലി സാഹിബ്, വേദിയിലുള്ള സോഷ്യൽ ആക്ടിവിസ്റ്റുകളായ സാമൂഹിക ഇടപെടലുകളിലൂടെ കേരളത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന മഹൽ വ്യക്തിത്വങ്ങളെ, എൻ്റെ മുമ്പാകെ ഇരിക്കുന്ന യൗവനം പോരാട്ടത്തിനുള്ളതാണ് എന്ന് അക്ഷരാർത്ഥത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന എൻ്റെ യുവ സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട നാട്ടുകാരികളെ, സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. യൗവനം പോരാടാനുള്ളതാണ് എന്നാണ് ഈ സമ്മേളനത്തിന്, അതിന് മുന്നോടിയായി നടന്ന ക്യാമ്പയിന് സോളിഡാരിറ്റി നൽകിയിരിക്കുന്ന തലക്കെട്ട് ശരിയാണ്. പക്ഷെ ആരോടാണ് പോരാടേണ്ടത്? എന്തിനു വേണ്ടിയാണ് പോരാടേണ്ടത്? സോളിഡാരിറ്റിക്കും അതിൻ്റെ മാതൃപ്രസ്ഥാനത്തിനും ഇക്കാര്യത്തിൽ ആശയക്കുഴപ്പത്തിനൊന്നും വകയില്ല. എങ്കിലും ആ പ്രയോഗത്തെ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് അതിന് തീവ്രവാദത്തിൻ്റെയും ഭീകരതയുടെയുമായ ഒരു പശ്ചാത്തലമോ പരിവേഷമോ നൽകാൻ വേണ്ടി നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, ഒരുപക്ഷേ ആ മാർഗത്തിൽ അവർ രക്തസാക്ഷികളാവാൻ എല്ലാ സാധ്യതകളുമുണ്ട്, ആ സാധ്യതകളോട് കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന എൻ്റെ മാന്യ സഹോദരന്മാർക്ക് വേണ്ടി ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കുന്നത്. പോരാടുന്നത് ഈ നാട്ടിലെ, ഈ ലോകത്തിലെ 637 കോടി ജനങ്ങളിലെ മഹാഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരും പാവപ്പെട്ടവരും അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടവരുമായ ജനസമൂഹത്തോടല്ല. പോരാടുന്നത് ജനനന്മയ്ക്ക് വേണ്ടി ജനപക്ഷത്ത് നിന്ന് പ്രവർത്തിക്കുന്ന നല്ലവരായ നേതാക്കളോടോ പ്രസ്ഥാനങ്ങളോടോ മനുഷ്യരോടോ അല്ല. പോരാടുന്നത് നന്മയുടെ ഒരംശമെങ്കിലും തൻ്റെ ജീവിതത്തിൽ നിറവേറ്റി ഈ ലോകത്തോട് വിടവാങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളോടല്ല. വിശ്വാസിയല്ലെങ്കിൽ പോലും ഒരു വിശ്വാസിയെക്കാൾ ആത്മാർത്ഥമായി ഇത്തരം രംഗങ്ങളിൽ തൻ്റെ വാർദ്ധക്യകാലത്തും സജീവമായി നിൽക്കുന്ന നമ്മുടെ സഖാവ് ഗ്രോ വാസുവേട്ടവനെ പോലെയുള്ളവരോടല്ല. പൊരുതുന്ന ആരോട്? ഈ ലോകത്ത് ഇന്ന് ഏറ്റവും വലിയ പ്രശ്നം, ഏറ്റവും വലിയ വെല്ലുവിളി, ഏറ്റവും വലിയ ഭീഷണി തീവ്രവാദമാണ്, ഭീകരവാദമാണ് എന്ന് വിശ്വസിപ്പിച്ചുകൊണ്ട് ലോകത്തിലെ മുഴുവൻ തീവ്രവാദ ഗ്രൂപ്പുകളെയും സംഘടനകളെയും ഒരുമിച്ച് കൂട്ടിയാലും അവരൊക്കെയും ഇത്രയും കാലം ചെയ്തു വെച്ച നാശനഷ്ടങ്ങൾ കണക്കാക്കിയാലും അതിനപ്പുറത്ത് നിൽക്കുന്ന അമേരിക്കൻ സാമ്രാജ്യത്തോടെ അക്ഷരാർത്ഥത്തിലാണ് പറയുന്നത്. നമ്മുടെ ദക്ഷിണ ഭാഗത്ത് നിൽക്കുന്ന ശ്രീലങ്കയിൽ വർഷങ്ങളായി LTT ഏതാണ്ട് പതിറ്റാണ്ടുകളായി തമിഴ് സ്വതന്ത്ര രാഷ്ട്രത്തിന് വേണ്ടി പണിയെടുത്ത് ഒരുപാട് മനുഷ്യരെ കുരുതി കൊടുത്തവരാണ് LTTക്കാർ, പുലികൾ, തമിഴ് പുലികൾ. ആ തമിഴ് പുലികളും അതുപോലെ ചിലരൊക്കെ ചിത്രീകരിക്കുന്നത് ഫലസ്തീനിലെ ഹമാസ് ഭീകര സംഘടനയാണ് അവരും. വേറെ ചിലരുടെ ദൃഷ്ടിയിൽ ചെച്ചനിയയിൽ പോരാടുന്ന ചെച്ചൻ പോരാളികളുണ്ട് അവരും. ഇന്ത്യ രാജ്യത്ത് ലഷ്കർ-എ തൊയ്ബ, ജെയ്ഷെ മുഹമ്മദ് എന്നീ പേരുകളിലൊക്കെ നാശം വിതച്ചുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാൻ കേന്ദ്രീകൃതമായ ഭീകര സംഘടനകളും എല്ലാവരും കൂടി ഇതുവരെ കൊന്നൊടുക്കിയ ആളുകളുടെ പട്ടിക ഒരു ഭാഗത്ത് വയ്ക്കാം. അമേരിക്ക എന്ന് പറയുന്ന ലോകത്ത് ഭീകരതയ്ക്കും തീവ്രവാദത്തിനുമെതിരെ കുരിശുയുദ്ധം പ്രഖ്യാപിച്ച ഏറ്റവും വലിയ രാജ്യം ഇറാഖിൽ മാത്രം കൊല ചെയ്തവരുടെ എണ്ണം മറുഭാഗത്ത് വയ്ക്കാം. ഇവിടെ നിൽക്കും കാര്യങ്ങൾ? പക്ഷേ രണ്ടാമത് പറഞ്ഞ അമേരിക്ക കൂട്ടക്കൊല ചെയ്ത ആ ലക്ഷ്യങ്ങളൊക്കെയും കൊല ചെയ്യപ്പെടേണ്ടവരാണ്.
കാരണം അവരൊക്കെ ഭീകരവാദികളും തീവ്രവാദികളുമാണ്. അതുപോലെ അമേരിക്കയുടെ സമ്പൂർണമായ സംരക്ഷണത്തിൽ 1948 മുതൽ 2008 വരെയുള്ള കാലഘട്ടത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ചട്ടമ്പി രാജ്യം കൊന്നൊടുക്കിയ മനുഷ്യജീവികൾ, അതിൽ ഇന്നും ഇന്നലെയും മെനിയാന്നും ഒക്കെയായിട്ട് സ്കൂളുകൾ ആക്രമിച്ച് അവിടെ കൊല ചെയ്യപ്പെട്ടതായ കുട്ടികളടക്കം വരും. ഇവരൊക്കെയും പക്ഷേ കൊല ചെയ്യപ്പെടേണ്ടവരാണ്. കാരണം അവരൊക്കെ ഭീകരന്മാരും തീവ്രവാദികളുമാണ്. അല്ലാത്തവര് അമേരിക്കയാണ്, ഇസ്രായേലാണ്, അവരോടൊപ്പം നിൽക്കുന്നവരാണ്. ഈ ഒരു പരിസരത്ത് നിന്നുകൊണ്ടാണ് ആരോടാണ് പോരാടേണ്ടത് എന്ന ചോദ്യത്തിന് നമ്മൾ ഉത്തരം കാണേണ്ടത്. ഇവിടെ നമ്മൾക്ക് പോലും പലപ്പോഴും പതറിപ്പോകുന്നുണ്ട്. തീർച്ചയായും ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന ഭീകരാക്രമണങ്ങളെയോ തീവ്രവാദി ആക്രമണങ്ങളെയോ നിസ്സാരമായോ ആയി കാണുകയല്ല, ലളിതവൽക്കരിക്കുകയല്ല, അതൊക്കെ വളരെ വളരെ ലഘുവാണ് എന്ന് ചിത്രീകരിക്കുകയല്ല. നിശ്ചയമായും അത്തരത്തിലുള്ള എല്ലാ തീവ്രവാദ ഭീകര പ്രവർത്തനങ്ങളും അവസാനിപ്പിച്ചേ പറ്റൂ. എന്ത് വില കൊടുത്തും നശിപ്പിച്ചേ പറ്റൂ. തീവ്രവാദത്തിന്റെ അവസാനത്തെ കണിയും ഈ രാജ്യത്ത് നിന്ന് ഇല്ലാതാക്കാൻ രാജ്യത്തിലെ സർക്കാരും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ജനങ്ങളുമെല്ലാം ഒരുമിച്ചിരുന്ന് പോരാടിയേ പറ്റൂ. ഇക്കാര്യത്തിൽ ഭിന്നാഭിപ്രായമില്ല, സംശയവുമില്ല. പക്ഷേ നമ്മുടെ മുൻഗണനാക്രമങ്ങൾ തെറ്റിപ്പോകരുത്. സാമ്രാജ്യത്വത്തിൻ്റെതായി പോരാടേണ്ടതായ നമ്മുടെ ശക്തി, ലോകം യഥാർത്ഥത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഭീഷണിയെ അവസാനിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ട നമ്മുടെ ശക്തി, ബോധപൂർവം സാമ്രാജ്യ ശക്തികൾ നമ്മുടെ ശ്രദ്ധ മാറ്റിത്തിരിച്ചുകൊണ്ട് അത് ദുർബലമാക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുമാത്രമാണ്. ഒരൊറ്റ കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കുക. മുംബൈയിൽ നടന്ന ഭീകരാക്രമണം രാജ്യത്തെ അമ്പരപ്പിച്ച, ഞെട്ടിച്ച, അങ്ങേയറ്റം വേദനിപ്പിച്ച സംഭവമാണ്. ഇനി ഒരിക്കലും അത്തരത്തിലുള്ളത് ഇന്ത്യ രാജ്യത്ത് ഉണ്ടാവരുത് എന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും അതിനായി പണിയെടുക്കുകയും ചെയ്തു, സമ്മതിക്കുന്നു. പക്ഷേ ആ മുംബൈയിൽ നടന്ന ഭീകരാക്രമണത്തിന് ശേഷം മാത്രം നടന്ന ആയുധക്കച്ചവടം, ലക്ഷത്തിൽ പരം കോടി രൂപയുടെ ആയുധ വിൽപ്പന സർക്കാരുകൾ മാത്രമല്ല സ്വകാര്യ ഏജൻസികൾ നടത്തിയെന്നാണ് വാർത്താ മാധ്യമങ്ങളുടെ അടുത്ത ദിവസങ്ങളിലായിട്ട് നമ്മൾ മനസ്സിലാക്കിയത്. ആരാണ് ഈ ഭീകരാക്രമണത്തിന്റെ ഫലം നുകർന്നത്? ആരാണത് അനുഭവിച്ചത്? തീർച്ചയായിട്ടും അത് അമേരിക്കയിലെയും അതുപോലെയുള്ള വൻശക്തി രാജ്യങ്ങളിലെയും ആയുധ കമ്പനികളും അവിടുത്തെ കോർപ്പറേറ്റ് മാനേജ്മെന്റുകളുമാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഭീകരാക്രമണങ്ങൾ ലോകത്ത് വിതയ്ക്കുന്നത്, നടക്കുന്നത് ആരുടെ താല്പര്യത്തിന് വേണ്ടിയാണ്? സംശയമില്ല. ലോകത്തെ ഏതാനും നാണയത്തുട്ടുകൾക്ക് വേണ്ടി മൊത്തം ലോകത്തെ നശിപ്പിച്ചാലും വിരോധമില്ല എന്ന് ചിന്തിക്കുന്ന ഭീകര മുതലാളിത്തത്തിന്റെ ആ മോന്തായത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയും അതിന് നേതൃത്വം നൽകുകയും ചെയ്യുന്നവരാണ്. ഇതിനെതിരായി പോരാടാതെ, അതെല്ലാം സ്വാഭാവികമായ കാര്യങ്ങളാണ്, പരമാവധി അവരുടെ പ്രീതി ആർജിച്ച് അവരോടൊപ്പം നിൽക്കുകയാണ് നമ്മുടെ നിലനിൽപ്പിന്റെ മാർഗമെന്ന് ചിന്തിക്കുന്ന ഭരണാധികാരികളാണ് നിർഭാഗ്യവശാൽ നമ്മുടെ ഇന്ത്യയെ പോലെയുള്ള രാജ്യത്തുള്ളത് എന്നുള്ളതാണ്. ഞാൻ പഴയ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു വാക്ക് ഇപ്പോൾ അവർ പോലും ഉപയോഗിക്കാൻ മടിക്കാത്ത വാക്കായതുകൊണ്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. സാമ്രാജ്യത്വത്തിന്റെ ചെരുപ്പ് നക്കികൾ ഈ രാജ്യത്തെ എങ്ങോട്ട് കൊണ്ടുപോകുന്നുവെന്ന് നമ്മൾ ആലോചിക്കുക തന്നെ വേണം. സംശയമില്ലാത്ത കാര്യവുമാണ്. അങ്ങനെയുള്ളവരുടെ കെണിയില് ഒരു രാജ്യവും ഒരു ജനതയും അകപ്പെടാൻ പാടില്ല. യഥാർത്ഥത്തിൽ സാമ്രാജ്യത്വത്തിന്റെ എല്ലാ തരത്തിലുള്ള ഗൂഢാലോചനകളാണ്, ഗൂഢതന്ത്രങ്ങളാണ്, അവരുടെ താല്പര്യങ്ങൾ രക്ഷിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും വിക്രിയകളുമാണ് ഈ ലോകത്തെ നരകീയമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ രാജ്യം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ തീവ്രവാദ ഭീകര ഭീഷണിക്ക് പിന്നിലും അത്തരം ശക്തികൾ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ നിർഭാഗ്യവശാൽ അത് തിരിച്ചറിയാൻ നമ്മളെ ഭരിക്കുന്നവർക്ക് പലപ്പോഴും സാധിക്കാതെ പോകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് അവരെ തന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് അന്വേഷിക്കാൻ വേണ്ടി. ഫെഡറൽ നമ്മുടെ FBI ഒക്കെ ഉണ്ടല്ലോ, അവരെ അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുക. തീർച്ചയായിട്ടും സത്യം വെളിപ്പെടും, ഉറപ്പാണ്. ഇതുപോലെയുള്ളതായ ചില തീരുമാനങ്ങൾ നമ്മുടെ ഏറ്റവും ഉന്നത സ്ഥാനങ്ങളിൽ നിന്നുണ്ടാവുമ്പോൾ അതിനെതിർക്കാതിരിക്കാൻ വയ്യ. അതിന് സമാധാനപരമായിട്ടാണെങ്കിലും ശരി അതിനെതിരെ പോരാടാതിരിക്കാൻ വയ്യ എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അതേ അവസരത്തിൽ മറ്റൊരു കാര്യം കൂടി, 2 ദിവസമായിട്ട് നമ്മളൊക്കെ പത്രങ്ങളിൽ വായിച്ച അമ്പരം എന്താ, ഒന്നാമത്തെ മുഖ്യ തലക്കെട്ട് എന്താ? സത്യം തകർന്നു. ഭഗവാനെ, നമ്മളൊക്കെ പഠിച്ചത്, എന്നെ പോലെയുള്ള മുതിർന്ന പൗരന്മാരൊക്കെ ഇത്രയും കാലം സത്യം ജയിക്കുകയുള്ളൂ, സത്യമേവ ജയതേ ജാൽ ഹക്കു സഹക്കൽ ബാത്തിൽ, ഖുർആന്റെ ഭാഷയിൽ സത്യം വന്നു അസത്യം തകർന്നു എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോ രാവിലെ പത്രം കിട്ടുമ്പോൾ സത്യം തകർന്നു, ഇനി ജീവിച്ചിട്ടെന്ത് കാര്യം? പക്ഷെ എന്താണ്
സത്യമല്ല തകർന്നത്, അസത്യത്തിന്റെ മുഖമൂടി അണിഞ്ഞ സത്യമാണ് തകർന്നത്. അത് തകരാനുള്ളത് തന്നെയാണ്. ഇന്നൽ ബാത്തിലക്കാന സഹൂക്ക. തീർച്ചയായും ആ സത്യം തകരാനുള്ളത് തന്നെയാണ്. കാരണം മിഥ്യയായ അടിത്തറകളിലാണ് അത് പണിതുയർത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരിക്കലും യാഥാർത്ഥ്യബോധത്തോടുകൂടിയുള്ള സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ നീതിയിൽ ഏതെങ്കിലും തരത്തിൽ നിലനിൽക്കുന്ന ഒരു സമ്പദ്ഘടനയല്ല, ഒരു സാമ്പത്തിക വ്യവസ്ഥയല്ല വർത്തമാനകാലത്ത് നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ ഗാട്ട് കരാറിൽ പോയി ഒപ്പിട്ടപ്പോൾ അതിനുശേഷം നമ്മൾ നിരന്തരമായി ആഗോളീകരണത്തിന്റെയും ഉദാരീകരണത്തിന്റെയും സ്വകാര്യവൽക്കരണത്തിന്റെയും വിപണി സമ്പദ് വ്യവസ്ഥയുടെ ഒക്കെ പേരിൽ നമ്മൾ അന്ധമായിട്ട് ഈ അമേരിക്കയും അതോടൊപ്പം നിൽക്കുന്ന മുതലാളിത്ത ശക്തിയോടൊപ്പം പോയപ്പോൾ നമ്മളത് മനസ്സിലാക്കേണ്ടതായിരുന്നു. തീർച്ചയായും അവർ നമ്മെ നയിക്കുന്നത് നമ്മുടെ നന്മക്കല്ല, ലോകത്തിന് നന്മക്കല്ല, മനുഷ്യരുടെ നന്മക്കല്ല. ആദ്യമേ ഞാൻ സൂചിപ്പിച്ച പോലെ ഒരുപിടി കോർപ്പറേറ്റ് മാനേജ്മെന്റുകളുടെയും ഒരുപിടി മുതലാളിത്ത വ്യവസ്ഥകളുടെയും സ്ഥാപനങ്ങളുടെയും താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ്. ആ താല്പര്യങ്ങളാവട്ടെ ഒരിക്കലും യാഥാർത്ഥ്യത്തിൽ അധിഷ്ഠിതമായിരുന്നില്ല. ശുദ്ധ ചൂതാട്ടമാണ് നടക്കുന്നത്. എന്ത് നിങ്ങൾ പേരിട്ടാലും ശരി, ലോകത്തിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക പരിഷ്കരണങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ശരിയായ ഗാംബ്ലിംഗ് ആണ്. അത് ഒരു ചെറിയ ഒരു മൂലധനത്തോടുകൂടി എത്രയോ ഇരട്ടി ആദായം എന്ന പേരിൽ ജനങ്ങളുടെ രക്തം, ജീവരക്തം പിടിച്ചെടുത്ത് വലിച്ചെടുത്ത് കുടിച്ച് അട്ടകളെപ്പോലെ നടക്കുന്ന ഒരു പടി മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് സത്യം തകർന്നത്. സത്യം ചെയ്ത ചെറിയൊരു കാര്യമാണ്. നമ്മൾ വാർത്തകളിൽ കണ്ടു. 60 എന്നുള്ളതിൽ ഒരു 0 കൂടി 2 0 കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുത്തു, അല്ലെങ്കിൽ 3 0 ചേർത്ത്. പൂജ്യത്തിന്റെ വില ഒരു വിലയില്ലല്ലോ. ഇതൊക്കെ വിശ്വസിച്ച് ഒരു രാജ്യമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഭരണാധികാരി, നമ്മുടെ ആന്ധ്ര സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരുന്ന ചന്ദ്രബാബു നായിഡു എന്ന് പറയുന്ന ഒരു ഭരണാധികാരി ആകെക്കൂടി ഈ സത്യത്തിന് മുന്നിലായിരുന്നു. അങ്ങോട്ട് താഴെ വീണതിന് പുറമെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ആ സാമ്രാജ്യം കുമിള പോലെ പെട്ട് തകരുന്നതാണ് നമ്മൾ കാണുന്നത്. ഇതുപോലെയുള്ള ഒരു നിരന്തരമായ വഞ്ചനകളുടെ ചരിത്രമാണ് ഓരോ ദിവസവും നമ്മുടെ മുമ്പിൽ ചെറുതും വലുതുമായിട്ട് അനാവരണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് അനുകൂലമായി ശബ്ദിക്കുന്നതാണ് പുരോഗമനം. അതോടൊപ്പം നിൽക്കുന്നതാണ് കാലത്തിനോടൊപ്പം ഉള്ളതായ പ്രയാണം. അതിനെ എതിർക്കാതിരിക്കുന്നതാണ് രാജ്യസ്നേഹം എന്ന അത്യന്തം അടിസ്ഥാനരഹിതമായ ആപ്പലിക്കരമായ ഒരു ചിന്ത ഈ സമൂഹത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ കാണുന്നു. നമ്മുടെ മീഡിയ പോലും അതിന്റെ പ്രോത്സാഹകരും അതിന്റെ പ്രചാരകരുമായി മാറുകയാണ്. അതിനെ പിന്നെ നടക്കുന്ന ചൂഷണത്തിന്റെ സത്യാവസ്ഥ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിൽ നമ്മുടെ മീഡിയ ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു. ഇനിയും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. കാരണം ലോകത്തിലുള്ള മാധ്യമങ്ങളെ കൂടി വിലക്കെടുത്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ശക്തികൾ അവരുടെ താല്പര്യങ്ങൾ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിക്കുന്നത്, നമുക്ക് പോരാടാനുള്ളത് ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ഇത്തരത്തിലുള്ള ശക്തികൾക്കെതിരായിട്ടാണ്. ആ ശക്തികൾക്കെതിരെ പതിറ്റാണ്ടുകൾക്കും നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം പ്രാപിക്കുന്നതിന് മുമ്പേ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി സ്വരാജ് അല്ലെങ്കിൽ സ്വരാജ് എന്ന് പറയുമ്പോൾ അദ്ദേഹം മുന്നോട്ട് വച്ചിരുന്നത് എന്തായിരുന്നു? എല്ലാം സ്വന്തം കാലിൽ നിന്നുകൊണ്ട് ഗ്രാമങ്ങളിലാണ് ഇന്ത്യ ജീവിക്കുന്നത് എന്ന തത്വത്തെ അടിസ്ഥാനപ്പെടുത്തി സാധാരണക്കാരും ദാരിദ്ര്യരേഖയ്ക്ക് താഴെ കഴിയുന്നവരുമായ ജനകോടികളെ ഉയർത്തിക്കൊണ്ടുവരുവാനും വേണ്ടി സഹായകമായ ഒരു സമ്പദ് വ്യവസ്ഥ, കഠിനാധ്വാനത്തിലൂടെ രാജ്യത്തെ പടിപടിയായി ഉയർത്തിക്കൊണ്ടുവരാനുള്ള വ്യവസ്ഥ, വൈദേശികോൽപ്പന്നങ്ങളെ ബഹിഷ്കരിക്കുക എന്നുള്ളത് കേവലം നിഷേധാത്മകമായ ഒരു സമീപനമായിരുന്നില്ല. എല്ലാം നമ്മൾ തകിടം മറിച്ചു. തലസ്ഥാനത്ത് നമ്മൾ ഇന്ന് പിന്തുടർന്നിട്ടിരിക്കുന്നതായ ഈ സാമ്പത്തിക നയം, മുതലാളിത്ത സാമ്പത്തിക നയം, അത് ഈ രാജ്യത്തെയും ലോകത്തെ തന്നെയും തകർത്തുകൊണ്ടിരിക്കുന്നു നമ്മൾ കാണുന്നു. സോളിഡാരിറ്റിയെ പോലെയുള്ളതായ പ്രസ്ഥാനങ്ങൾ, അതിന്റെ മാതൃപ്രസ്ഥാനം എല്ലാം യഥാർത്ഥത്തിൽ ഇന്ന് രാജ്യത്തോട് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ്. നമ്മൾ ലക്ഷ്യം ആഗ്രഹിക്കുന്നുവെങ്കിൽ, സാമൂഹ്യ നീതി ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഈ രാജ്യത്തിലെ 110ഓളം കോടി വരുന്ന ജനങ്ങൾക്ക് കുടിവെള്ളവും സാമാന്യമായി ഭക്ഷണവും പാർപ്പിടവും അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാവണമെന്നുണ്ടെങ്കിൽ ഭ്രാന്തമായ ഈ പോക്കിൽ നിന്ന് മാറി ചിന്തിച്ചേ മതിയാവും. നേരായ വഴിക്ക് ഒരിക്കലും അമേരിക്കയുമായി തന്ത്രപ്രധാനമായ കരാർ ഒപ്പിട്ടതുകൊണ്ട്, ആണവ കരാറിൽ ഒപ്പിട്ടതുകൊണ്ട്, അവരുമായി അനേകം കോടി ഡോളറുകൾക്ക് ഉള്ള കരാറുകൾ ഒപ്പിട്ടതുകൊണ്ട് ഒരിക്കലും ഈ രാജ്യം രക്ഷപ്പെടാൻ പോകുന്നില്ല. അമേരിക്കയുമായി മാത്രമല്ല, ഏത് തരത്തിലുള്ള വേൾഡ് ബാങ്കോ അതുപോലെയുള്ള ഏത് ബാങ്ക്, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കോ ഏതായിരുന്നാലും ശരി, അതിലെല്ലാം പിന്നിൽ ചരടുകളുണ്ട്. രാജ്യത്തെ വികസനത്തിലേക്ക് നയിക്കുകയല്ല, പുരോഗതിയിലേക്ക് നയിക്കുക എന്നുള്ളതല്ല. നേരെ മറിച്ച് രാജ്യത്തിലെ വിഭവങ്ങൾ പരമാവധി ചൂഷണം ചെയ്തുകൊണ്ട് ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യരെയും അടിമകളാക്കി മാറ്റാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ തിരിച്ചറിയണം.
രാഷ്ട്രീയമായ പോരാട്ടത്തിൽ ഈ പ്രദേശങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞുപോയ സാമ്രാജ്യ ശക്തികൾ ഇപ്പോൾ സാമ്പത്തികമായ അധിനിവേശത്തിലൂടെ അതുപോലെ സാംസ്കാരികമായ അധിനിവേശത്തിലൂടെ കടന്നു വരുന്നത് നമ്മൾ കണ്ടില്ലെന്ന് വെക്കുകയാണ്. തീർച്ചയായും അതിനെതിരായിട്ടുള്ള വിമോചന പോരാട്ടത്തിന്റെ സന്ദർഭമാണ് ഉണ്ടായിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യയിൽ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളിലേക്ക് നോക്കുമ്പോൾ ആ വിമോചന സമരത്തിന് നേതൃത്വം നൽകാൻ ആരാണ് രംഗത്തുള്ളത് എന്ന് നിങ്ങൾ ആലോചിക്കുക, ഗൗരവപൂർവ്വം ആലോചിക്കണം. നമ്മുടെ ഇടതെന്ന് പറയുന്നവരുണ്ട്, വലതെന്ന് പറയുന്നവരുണ്ട്, മധ്യവർഗ പാർട്ടികൾ എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെയുള്ള പല പ്രസ്ഥാനങ്ങളും നമ്മൾ കാണുന്നു. പക്ഷേ ഈ ആഘാതത്തിന് മുമ്പിൽ, മുതലാളിത്ത സാമ്രാജ്യത്വം സൃഷ്ടിച്ചിരിക്കുന്ന സാമ്പത്തികമായ അധിനിവേശത്തിന് മുമ്പിൽ നമ്മുടെ ഇടതുപക്ഷം പോലും പതറിപ്പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ സ്ഥിതിവിശേഷം. ഇത് പറയുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ ഇടതുപക്ഷത്തെ സുഹൃത്തുക്കൾക്ക് അത് അലോസരമുണ്ടാക്കുമെങ്കിലും യാഥാർത്ഥ്യത്തിൽ നിന്ന് അവർക്കൊരിക്കലും കണ്ണുതിരിക്കാൻ കഴിയില്ല എന്ന് ഏറ്റവും ഒടുവിലത്തെ നന്ദിഗ്രാമിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പോലും തെളിയിക്കുന്നു. നന്ദിഗ്രാമിൽ സെലീം ഗ്രൂപ്പ് എന്ന് പറയുന്ന ഇന്തോനേഷ്യൻ കോർപ്പറേറ്റ് ഏറ്റവും വലിയ ഭീമൻ കമ്പനിയെ കുടിയിരുത്താൻ വേണ്ടി ബുദ്ധദേവ് ഭട്ടാചാര്യയും കൂട്ടുകാരും ശ്രമിച്ചപ്പോൾ അതിനെതിരായിട്ട് നന്ദിഗ്രാമിലെ പാവപ്പെട്ട കൃഷിക്കാരൻ സമരരംഗത്തിറങ്ങി. അവരോടൊപ്പം തൃണമൂൽ കോൺഗ്രസ് നക്സലൈറ്റുകൾ എന്ന് പറയപ്പെടുന്നവർ ഉണ്ടായിരിക്കാം, പ്രശ്നം വേറെയാണ്. പക്ഷെ ജീവിതത്തിന് വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു അവരുടേത്. അത് തിരിച്ചറിയുന്നതിൽ ബുദ്ധദേവ് സർക്കാർ പരാജയപ്പെട്ടു. അത് തിരിച്ചറിയുന്നതിൽ CPM നേതൃത്വം പോലും ദയനീയമായി പരാജയപ്പെട്ടു. തൽഫലമായിട്ട് അവിടെ ഉണ്ടായ ഹിംസയുടെ സംഭവങ്ങൾ ഞാൻ ഈ അവസരത്തിൽ അയവരേക്കേണ്ടതായിട്ടില്ല. പക്ഷേ ആ കിട്ടിയ ഒന്നാമത്തെ സന്ദർഭത്തിൽ നന്ദിഗ്രാമിലെ ജനത അവരാരാണ് അവർക്ക് വേണ്ടി മത്സരിക്കുന്നത് എന്നതിനേക്കാൾ പ്രശ്നമാക്കിയത് ആരോടാണ് തങ്ങൾ എതിരിടുന്നത് എന്നുള്ള കാര്യമാണ്. ഇടതുപക്ഷത്തിനെതിരായിട്ട് തങ്ങൾക്ക് ലഭിച്ച ഒന്നാമത്തെ സന്ദർഭത്തിൽ ഏതാണ്ട് 40,000 വോട്ട് ഭൂരിപക്ഷത്തോടുകൂടി CPIയുടെ എതിർ സ്ഥാനാർത്ഥി അവിടെ ജയിച്ചുവെങ്കിൽ അത് സാമാന്യമായി ഒരു ഉപതെരഞ്ഞെടുപ്പുപരമായി കാണാൻ പറ്റുന്ന സംഭവമല്ല. ഇന്ത്യയിലെ ജനങ്ങളെ ഏത് പക്ഷത്ത് നിൽക്കുന്നു, അവരെ രക്ഷയ്ക്ക് വേണ്ടി, അവരുടെ മോചനത്തിന് വേണ്ടി രംഗത്ത് വന്ന ഇടതുപക്ഷം പോലും ഇന്ന് പതറി നിൽക്കുകയാണ്, ചാഞ്ചാടുകയാണ്. അവരുടെ അടിസ്ഥാനപരമായ നിലപാടുകളിൽ നിന്ന് വ്യതിചലിച്ചതിന്റെ ശിക്ഷ കുറേശ്ശെയായിട്ടെങ്കിലും അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തിരിച്ചറിയണം. കൊച്ചിയിൽ സമ്മേളിക്കുന്ന നമ്മുടെ ഇടതുപക്ഷത്തിലെ സുഹൃത്തുക്കള് ഇക്കാര്യം കാണാതെ പോയാൽ, അതിന് മേലെ നിന്നുകൊണ്ട് ശ്രീമതി മായാവതിയെപ്പോലെയുള്ള ചില ആളുകളെ കൂട്ടി ഒരു മൂന്നാം മുന്നണി ഉണ്ടാക്കാൻ പോയാൽ അതിന്റെ ഫലത്തെക്കുറിച്ചൊന്നും ഞാൻ പ്രവചിക്കുന്നില്ലെങ്കിലും ശരി, ഒരു കാര്യം തീർച്ചയാണ്, മൗലികമായ ഒരു പരിവർത്തനമാണ് അവർ ഉദ്ദേശിക്കുന്നതിൽ നടക്കാൻ പോകുന്ന കാര്യമല്ല. അവസരവാദത്തിന്റെയും അതുപോലെ തന്നെ ചൂഷണത്തിന്റെയും അഴിമതിയുടെയും പ്രതീകങ്ങളായ കുറെ രാഷ്ട്രീയ നേതാക്കന്മാരെയാണ് ദൈവം തമ്പുരാൻ ഈ അവസാന കാലത്ത് നമുക്ക് തന്നിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇത്തരത്തിൽപ്പെട്ട ആളുകളെയൊക്കെ കൂട്ടി മൂന്നാം മുന്നണിയോ നാലാം മുന്നണിയോ എന്ത് മണ്ണാങ്കട്ടയോ ഉണ്ടാക്കിയാലും സംഭവിക്കാൻ പോകുന്നത് നിലവിലുള്ള സംഭവങ്ങളുടെ ആവർത്തനമായിരിക്കും. അതുകൊണ്ട് ഒരു തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് ധാരണയും വേണ്ടെന്നോ അതിന്റെ വിശദാംശങ്ങളിലേക്കോ കിടക്കുകയല്ല. പക്ഷേ സന്ദർഭത്തിന്റെ ആവശ്യം മൗലികമായ ഒരു മാറ്റമാണ് ഇത് സൂചിപ്പിക്കുക മാത്രമാണ്. തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ പലതരത്തിലുള്ള കൂട്ടുകെട്ടുകൾ ഉണ്ടാവും, പലതരത്തിലുള്ളതായ നിർബന്ധിത സാഹചര്യങ്ങൾ ഉണ്ടാവും. അതിനൊക്കെ അതിൻ്റെതായ ആളുകൾക്ക് ന്യായീകരിക്കാനും ഉണ്ടാവും. ഞാനതിലേക്കൊന്നും കിടക്കുകയല്ല. പക്ഷെ ഒരു കാര്യം സൂചിപ്പിക്കുന്നു, ഇന്ത്യയിലെ ഫാസിസ്റ്റ് വർഗീയ വലതുപക്ഷ പിന്തിരിപ്പൻ പ്രസ്ഥാനം അതിശീഘ്രം വളർന്നു വരികയാണ്. വളർന്നു വരിക മാത്രമല്ല, ഒരു ഘട്ടത്തിൽ അവരുടെ സമ്പൂർണ്ണമായ നിയന്ത്രണത്തിൽ ഈ രാജ്യം ഭരിക്കുക കൂടി ചെയ്തു. ഇനിയും അത്തരം ഒരു അവസരത്തിന് വേണ്ടി സർവ്വശക്തി ഉപയോഗിച്ച് അവർ രംഗത്തിറങ്ങിയിരിക്കുന്ന സന്ദർഭമാണ്. അതിനെ പരാജയപ്പെടുത്താൻ അതിന്റെ ഒരു B ടീം മാത്രമായ ഒരു UPA സംവിധാനത്തിന് സാധിക്കുമോ എന്ന കാര്യത്തിൽ തീർച്ചയായും സംശയങ്ങളുണ്ട്. അഥവാ സാധിച്ചാൽ പോലും എന്ത് മാറ്റമാണ് ഈ രാജ്യത്ത് ഉണ്ടാവാൻ പോകുന്നതെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. തീർച്ചയായിട്ടും മൗലികമായ ഒരു മാറ്റം ഒരു സാധ്യമല്ല. അടിയറവ് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇത് രണ്ടിനും മധ്യേ വേണ്ടിയിരുന്നത് ജനപക്ഷത്ത് നിന്ന് ജനാധിപത്യത്തിനും മതനിരപേക്ഷതയ്ക്കും സാമൂഹ്യ നീതിക്കും വേണ്ടി പൊരുതുന്ന ഒരു മൂന്നാം ശക്തിയായിരുന്നു, ഒരു മൂന്നാം ബദലായിരുന്നു, ഒരു മൂന്നാം മുന്നണിയല്ല. പക്ഷെ ആ ബദലിനെ കുറിച്ച് സംസാരിക്കുകയല്ലാതെ ഗൗരവമായി ആവശ്യത്തിലേക്ക് പോകാൻ കഴിയുന്നില്ല. പാർലമെന്ററി ജനാധിപത്യത്തിന്റെ ഒരു ദൗർബല്യം പാർലമെന്ററി വ്യാമോഹങ്ങൾ കൂടിയാണല്ലോ. ആ വ്യാമോഹങ്ങൾ തലക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഇടതായാലും വലതായാലും രക്ഷപ്പെടാൻ പോകുന്നില്ല. പ്രത്യേകിച്ച് ഒരു വർഷത്തിൽ കേവലം 37 ദിവസം മാത്രം പോയിരുന്ന് ബഹളം കൂട്ടിയാലും ആവശ്യമായതൊക്കെ ജീവിതത്തിൽ കിട്ടുമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ നമ്മുടെ പാർലമെന്റ് അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനി അത് നഷ്ടപ്പെടുന്നതിനെ പറ്റി അവർക്ക് ആലോചിക്കാൻ കഴിയുകയില്ല. ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് പൊരുതിയാൽ തോറ്റുപോകുന്ന വേജാറ് കൊണ്ട് ആരെക്കൂടെയും പോകും. കാരണം അത്രമാത്രം സ്വർഗീയമായ സുഖ സൗകര്യങ്ങൾ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ചെലവൊന്നുമില്ല, 37 ദിവസം ബഹളം കൂട്ടി പിരിഞ്ഞാൽ മതി എന്ന പാഠമാണല്ലോ ഏറ്റവും ഒടുവിൽ നമ്മുടെ പാർലമെന്റ് അംഗങ്ങൾ നമുക്ക് അനുഭവത്തിലൂടെ ബോധ്യപ്പെടുത്തി തന്നിരിക്കുന്നത്. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് മാറി ചിന്തിക്കേണ്ടി വരുന്നത്. ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള ഒരു ധാർമ്മിക പ്രസ്ഥാനത്തിന് അതിന്റെ പരിമിതികളെക്കുറിച്ച് നല്ലപോലെ ബോധ്യമുണ്ട്.
ഇപ്പോൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാക്കി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോയാൽ ഒരുപക്ഷെ നമ്മളെ ഖജനാവിന്റെ സാമ്പത്തിക മാന്യം ഒരല്പം പരിഹരിച്ചു കൊടുക്കാൻ മാത്രമാണ് പരമാവധി സാധിക്കുക എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ അതിനെയല്ല, ആ രീതിയിലല്ല നമ്മുടെ സംഭവത്തെ കാണേണ്ടത്. കാരണം ഒരു തിരുത്ത് അനിവാര്യമായി തീർന്നിരിക്കുന്നു. ചരിത്രം അത്തരത്തിലുള്ള ഒരു ദൗത്യം ഈ രാജ്യത്തിലെ ധാർമ്മിക ശക്തിയുടെ പേരിൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നതാണ് ശരി. അത് ജമാഅത്തെ ഇസ്ലാമി മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമി ആ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു ശക്തി തന്നെയാണ്. പക്ഷേ അതിനോടൊപ്പം തന്നെ ഞാൻ പറയുന്നു, ഈ രാജ്യത്തെ സത്യത്തിലേക്കും ധർമ്മത്തിലേക്കും നീതിയിലേക്കും അടിച്ചമർത്തപ്പെട്ട ജനങ്ങളുടെ അവകാശങ്ങളിലേക്കും മനുഷ്യാവകാശങ്ങളിലേക്കും നയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി വേദനിക്കുന്ന ഒരുപാട് മനുഷ്യർ ഈ രാജ്യത്തുണ്ട്. അവർക്ക് വേണ്ടി വളരെ വിശാലമായ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാവണമെന്നുള്ളത് ജമാഅത്തെ ഇസ്ലാമിയുടെ ചിരകാലാഭിലാഷമായിരുന്നു. ഇപ്പോഴാവട്ടെ അതിന്റെ ഏറ്റവും അനുപേക്ഷ്യമായ ആ സാഹചര്യവും സന്ദർഭവുമാണ് വന്നിരിക്കുന്നതെന്ന് മാത്രമല്ല, അത് കഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്നുവെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് നേരത്തെ ബഹുമാനായ അമീർ ഇവിടെ സൂചിപ്പിച്ച പോലെ ഒരു പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തെക്കുറിച്ച് ചിന്തിക്കാൻ ഈ ആളുകൾ തയ്യാറായിട്ടുള്ളത്. പാർട്ടി ഫോർ പീസ് ആൻഡ് ജസ്റ്റിസ് എന്ന പേരിൽ ഏതാനും ദിവസങ്ങൾക്കകം നിലവിൽ വരാൻ പോകുന്ന ഈ പ്രസ്ഥാനം തീർച്ചയായിട്ടും പീസിനും ജസ്റ്റിസിനും വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഈ രാജ്യത്തിലെ എല്ലാ നല്ല വിഭാഗങ്ങളെയും അണിനിരത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ ശക്തമായിരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കാരണം നമുക്ക് വേണ്ട രണ്ട് കാര്യങ്ങൾ അതാണ്: ഒന്ന് പീസ്, രണ്ട് ജസ്റ്റിസ്. സമാധാനം, സമാധാനം, സമാധാനം. ഭൂമിയിൽ മുഴുവൻ സമാധാനം. വല്ലാഹി യദൂ ഇലാ ദാരിസ്സലാം. സമാധാനത്തിന്റെ ഭവനത്തിലേക്കാണ് ദൈവം തമ്പുരാൻ നമ്മൾ ക്ഷണിക്കുന്നത്. അക്രമത്തിന്റെയും ഭീകരതയുടെയും തീവ്രവാദത്തിന്റെയും ആ ഭീകരമായ അവസ്ഥാവിശേഷത്തിലേക്കല്ല. ഈ രാജ്യത്തിലെ ഓരോ പിറന്നു വീണ ഓരോ മനുഷ്യനും ജീവിക്കാനുള്ള അവകാശം, തൊഴിലെടുക്കാനുള്ള അവകാശം, ഉപജീവനം നേടാനുള്ള അവകാശം, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, ആരോഗ്യത്തിനുള്ള അവകാശം, അതുപോലെയുള്ള എല്ലാ സ്വതന്ത്രമായി ജീവിക്കാനും സ്വതന്ത്രമായി വിശ്വസിക്കാനും പ്രവർത്തിക്കാനും സംഘടിക്കാനുമുള്ള അവകാശം, ഇത്തരത്തിലുള്ള അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന, അതിൽ മായം ചേർക്കാത്ത, കോട്ടായും ടാടായും കൊണ്ടുവന്ന് മനുഷ്യനകാരണമായി നിരപരാധികളെ പോലും ജയിലടക്കുന്ന ഭീകരതരത്തിലുള്ളതായ ഭരണമല്ല. അത് സമാധാനം ഉണ്ടാക്കുകയില്ല. ഉള്ള സമാധാനം അപകടപ്പെടുത്തുകയുള്ളൂ. എന്തിന്റെ പേരിലായാലും ശരി. അതുകൊണ്ട് തീർച്ചയായും നിയമവാഴ്ച പുലരുന്ന സമാധാനത്തിൻ്റെതായ ഒരു പരിസരം, ഒരു അവസ്ഥാവിശേഷം ഈ രാജ്യത്ത് ഉണ്ടാവേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എല്ലാറ്റിനും അപ്പുറത്ത് കേവലമായ സമാധാനം അത് ഉണ്ടാവുന്ന ഒരു കാര്യമല്ല. അതിനടിസ്ഥാനപരമായി ഉണ്ടാവേണ്ടത് നീതിയാണ്, സാമൂഹിക നീതിയാണ്. നീതി നിഷേധിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് അത് ലഭ്യമാക്കാത്തിടത്തോളം കാലം നീതി എന്ന് പറയുന്നത് 4870 കോടി രൂപ കൊണ്ട് 27 നിലകളുള്ളതായ കൊട്ടാരത്തിന്റെ അപ്പുറമുള്ള വീട് പണിയുന്ന റിലയൻസിന്റെ മുതലാളിക്ക് കിട്ടേണ്ട നീതി മാത്രമാണ് ഈ രാജ്യത്തിലെ നീതി എന്ന് തീരുമാനിച്ചവരുടെ നീതിയല്ല. നേരെ മറിച്ച് ഈ തെരുവുകളിൽ അന്തിയുറങ്ങുന്ന പാവപ്പെട്ടവന്റെ നീതി അവന് ലഭിക്കേണ്ട നീതിയാണ്. റേഷൻ നിഷേധിക്കപ്പെട്ടവർക്കുള്ള നീതിയാണ്. ഈ രാജ്യത്തിലെ ആദിവാസികൾക്കും ദളിതുകൾക്കും പിന്നാക്ക വിഭാഗങ്ങൾക്കും ന്യൂനപക്ഷങ്ങൾക്കും മുഖ്യധാരയിലേക്ക് വന്ന് മനുഷ്യരെ പോലെ ജീവിക്കാൻ വേണ്ടിയുള്ളതായ സാഹചര്യം ഉണ്ടായേ തീരൂ. അതിനാവശ്യമായത് നീതിയാണ്. ആ നീതിക്ക് വേണ്ടിയുള്ളത് പോരാട്ടമാണ്. ആ പോരാട്ടമാണ് യൗവനം പോരാട്ടത്തിലുള്ളതാണ് എന്ന് പറയുമ്പോൾ സോളിഡാരിറ്റി ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. അതേ അവസരത്തിൽ തന്നെ തീർത്ത് പറയേണ്ടതായ ഒരു കാര്യം, ഈ കാര്യങ്ങളിലൊക്കെ വളരെ ശക്തമായി സജീവമായി ഇടപെടേണ്ടത് ആരാണ്? ധാർമ്മിക ശക്തിയുള്ളവരാണ്. ധാർമ്മിക പക്ഷത്ത് നിൽക്കുന്നത് ആരാണ്? മതമാണെന്ന് പറയുന്നു. മതത്തിന്റെ മറ്റൊരു പേരാണ് ധർമ്മം എന്ന് പറയുന്നത്. മതം ധർമ്മത്തിന്റെ പക്ഷത്ത് നിൽക്കേണ്ടതാണ്. ധാർമ്മികത എന്ന് പറഞ്ഞാൽ എന്താണ്? ലോകവും രാജ്യവും ആകെ അത്യാപലിക്കരമായ സ്ഥിതിവിശേഷത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ അതൊന്നും ഞങ്ങളുടെ വിഷയമല്ല, ഞങ്ങൾക്ക് ഇടപെടാനുള്ളതല്ല. അത് പൈശാചിക ശക്തികൾക്ക് താണ്ഡവമാടാനുള്ളതാണ്. ഞങ്ങളുടെ വിഷയം ജിന്നും സിഹറുമാണ് എന്ന് തീരുമാനിച്ചു പോകുന്ന മനുഷ്യരാണെങ്കിൽ അവരെ ഇക്കാലത്ത് കൊണ്ടുപോയി വെക്കേണ്ടത് കാഴ്ച ബംഗ്ലാവുകളിലാണ് എന്ന് ഞാൻ പറയില്ല. കാരണം കാഴ്ച ബംഗ്ലാവിൽ പോലും ഇത്തരം ആളുകൾക്ക് സ്വീകാര്യത ലഭിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നത്, മനുഷ്യ ജീവിതത്തിൽ ഇടപെടാൻ കഴിയാത്ത ഒരു മതത്തിന് എന്ത് പ്രസക്തിയാണ്? ഒരു ധർമ്മത്തിന് എന്ത് പ്രസക്തിയാണ്? ഇവിടെ ജപമാലകളും കീർത്തനങ്ങളും പ്രാർത്ഥനകളുമായി നടക്കുന്ന ആളുകളുണ്ട്. ഞാൻ ഒരിക്കലും ജീവിതത്തിൽ പ്രാർത്ഥനയെ തള്ളിപ്പറയുകയില്ല. നിശ്ചയമായും ദിവസേന പ്രാർത്ഥിക്കുന്ന മനുഷ്യരാണ് നിങ്ങളെപ്പോലെ. ഇവിടെ വന്നതും പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ്. പക്ഷേ ആ പ്രാർത്ഥനയ്ക്ക് അതിൻ്റെതായ പ്രസക്തിയും അതിൻ്റെതായ സന്ദർഭവും ഉണ്ട്. നേരെ മറിച്ച് ജീവിതത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടത്തിലെ പേരല്ല പ്രാർത്ഥന. അതുപോലെ നമ്മളിപ്പോൾ സന്യാസി മഠങ്ങൾ ഉണ്ടാക്കി, അതിനെന്ത് പേരിട്ടാലും ശരി, തെരീക്കത്തൊന്ന് പേരിട്ടാലും ശരി, അല്ലെങ്കിൽ ആശ്രമങ്ങൾ എന്ന് പേരിട്ടാലും ശരി, വേറെ എന്ത് പേരിട്ടാലും ശരി, അവിടെയൊക്കെ അഭയം തേടി ആത്മീയമായ മോക്ഷം നേടിപ്പോകുന്നത്, നിർവിധി നേടിപ്പോകുന്നത് വിരുദ്ധാവിലാണ്. ജനങ്ങളോടൊപ്പം നിൽക്കുക, ജനങ്ങൾക്ക് വേണ്ടി പൊരുതുക, ജനകീയ ആവശ്യങ്ങൾക്ക് വേണ്ടി പൊരുതുക, അവിടെയാണ് ദൈവം തമ്പുരാൻ വരാൻ പോകുന്നത്. ധാരാളമായിട്ട് നമ്മൾ കേൾക്കുന്ന ഉപദേശങ്ങൾ ഉണ്ട്, മതോപദേശങ്ങളുണ്ട്.
അന്ത്യനാളിൽ ദൈവം തമ്പുരാന്റെ മുമ്പിൽ വരുമ്പോ ഒരു ചോദ്യം ദൈവം ചോദിക്കും. ഞാൻ രോഗിയായി കിടന്നപ്പോൾ നീ എന്നെ ശുശ്രൂഷിച്ചല്ലോ എന്ന് പറയുമ്പോ, ദൈവമേ നീ എങ്ങനെ രോഗിയാവാൻ എന്ന് ചോദിക്കും. അന്നേരം പറയും, ഞാൻ രോഗിയാവുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്റെ അടിമ, എന്റെ ദാസൻ, എന്റെ സിട്ടി രോഗിയായി കിടന്നു, നിന്നെ അവിടെ കണ്ടില്ല. അവൻ പട്ടിണി കിടന്നു, അവിടെ നിന്നെ കണ്ടില്ല എന്ന് പറയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പട്ടിണിക്കാരെയും കഷ്ടപ്പെടുന്നവരെയും രോഗികളെയും നിരക്ഷരരെയും അതുപോലെ ജീവിതത്തിന്റെ പോരാട്ടത്തെ തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്ന അനേകം കോടി മനുഷ്യ ജന്മങ്ങളെയും പാടെ അവഗണിച്ചുകൊണ്ട് മറ്റ് ഈ ഒരു സാങ്കല്പിക ലോകത്ത് തനിക്ക് പോലും അറിയാത്തതായ ഏതോ ലോകത്ത് അഭിരമിക്കുകയും അതിന്റെ പേര് മതം എന്ന് വിളിക്കുകയും ചെയ്യുന്ന ആളുകളോട് യഥാർത്ഥത്തിൽ അറിയിക്കുന്നത് അവർ സഹതാപമാണ്. അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം. ആ ജീവിതത്തിന്റെ രംഗത്ത് വെച്ച് അവര് ജമാഅത്തെ ഇസ്ലാമിയോടോ സോളിഡാരിറ്റിയോടോ ആരോട് വേണമെങ്കിലും ആശയ സംവാദത്തിൽ ഏർപ്പെടട്ടെ, ആദർശ സംവാദത്തിൽ ഏർപ്പെടട്ടെ. ആ രംഗത്താണ് പോരാട്ടം നടക്കേണ്ടത്. ആദർശ രംഗത്ത് ആശയ സമരത്തിലൂടെ തങ്ങളുടെ വാദഗതികൾ അംഗീകരിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞാൽ തീർച്ചയായും സ്വാഗതം. നേരെ മറിച്ച് അവിടെയൊക്കെ പഴയ ദ്രവിച്ചു പോയ ജീർണിച്ചു പോയ മതത്തിന്റെ അവസാനത്തെ ആയുധമെടുത്ത് ഉപയോഗിക്കുന്നത് ഭീരുത്വമാണ്, ജീവിതത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ്. അത് വിജയിക്കാൻ പോകുന്നില്ല എന്ന് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കുക തന്നെ വേണം. ഏത് മേൽവിലാസത്തിലായിരുന്നാലും ശരി. ഞാൻ സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യം അവസാനിപ്പിക്കുന്നതിന് മുമ്പ്, ഈ രാജ്യത്ത് ഈ കേരളത്തിൽ വിശേഷിച്ച് നമ്മൾ പരമ്പരാഗതമായി പുലർത്തിക്കൊണ്ടിരിക്കുന്ന സൗഹാർദ്ദത്തിൻ്റെതായ ഒരു അന്തരീക്ഷമുണ്ട്, സാമുദായിക മൈത്രിയുടേതായ ഒരു പാരമ്പര്യമുണ്ട്. ഇതിന് ഹാനികരമായി ആര് തന്നെ നീങ്ങിയാലും എന്ത് ന്യായീകരണം അതിന് നൽകിയാലും ശരി, അത് ദൈവം തമ്പുരാൻ പൊറുപ്പിക്കുകയില്ല. ഈ രാജ്യത്തിലെ ജനങ്ങളോട് ചെയ്യുന്ന നീതിയായിരിക്കുകയില്ല. ഇസ്ലാം നിശ്ചയമായും സ്നേഹത്തിന്റെയും മൈത്രിയുടെയും അങ്ങേയറ്റത്തെ ഗുണകാംക്ഷയുടെയും പേരാണ്. ഇത് എന്റെ വാക്കല്ല, പ്രവാചകന്റെ വാക്കാണ്. മതമെന്ന് പറഞ്ഞാൽ ഗുണകാംക്ഷയാണ്. ആരോടൊന്ന് ചോദിച്ചപ്പോ ജനങ്ങളുടെ നേതാക്കളോടും ജനങ്ങളോടും എന്ന് പറഞ്ഞത് പ്രവാചകനാണ്. ആ ഗുണകാംക്ഷ അവസാനിപ്പിച്ചുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന ചില്ലാനം ആയുധങ്ങളുമായിട്ട് പ്രതിരോധം എന്ന പേരിൽ ആര് തന്റെ ഈ രാജ്യത്തിന്റെ അന്തരീക്ഷത്തെ, ഈ സമൂഹത്തിന്റെ അന്തരീക്ഷത്തെ അപകടപ്പെടുത്താൻ ശ്രമിച്ചാലും അവരെ ഒറ്റപ്പെടുത്തുകയും അവരെ പരാജയപ്പെടുത്തുകയും ചെയ്യുന്നത് എന്റെ മുമ്പാകെ നിൽക്കുന്ന ഈ ചെറുപ്പക്കാരുടെ ചുമതലയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനെന്തൊക്കെ ന്യായീകരണങ്ങൾ പറഞ്ഞാലും പാർലമെന്ററി ജനാധിപത്യം പുലരുന്ന, മതനിരപേക്ഷത പുലരുന്ന ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ സാമൂഹ്യ നീതിക്ക് വേണ്ടി തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കേണ്ടതായ ഇത്തരമൊരു ഘട്ടത്തിൽ വെച്ചുകൊണ്ട് നമ്മൾ യുവാക്കളുടെ ശ്രദ്ധയും അവരുടെ ശേഷിയും മറ്റു വഴിതെറ്റിയ മാർഗങ്ങളിലേക്ക് തിരിച്ചുവിടരുത്. ഒരിക്കലും അത് ഏത് സമുദായത്തിനായാലും ചെയ്തു കൊടുക്കുന്ന ഒരു സേവനമായി കണക്കാക്കാൻ വയ്യ. തെറ്റിദ്ധരിപ്പിക്കുകയും അങ്ങേറ്റം തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യാവുന്നതായ പ്രത്യാഘാതങ്ങളാണ് അതുകൊണ്ടുണ്ടാവുന്നതെന്ന് അവരും തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഞാനിത് അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഒരൊറ്റ കാര്യം കൂടി, ഇത്തരത്തിലുള്ള സംവാദങ്ങളും ചർച്ചകളുമൊക്കെ നടന്നുകൊണ്ടിരിക്കേണ്ടതായ സന്ദർഭങ്ങളിൽ വളരെ ലാഘവത്തോടുകൂടി അല്ലെങ്കിൽ ഒരിക്കലും ഒരു പൊതുവായ വിഷയമായി കൊണ്ടുവരേണ്ടതാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മീഡിയയും നമ്മളും സമയം കളയുന്നതും അതിനെക്കുറിച്ചും ഒരു വാദവും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതായത് ഇവിടെ ഇപ്പോൾ കേരളത്തിൽ നമ്മുടെ മാധ്യമങ്ങളും മീഡിയയൊക്കെ ശ്രദ്ധിച്ചു നോക്കിയാൽ, നമ്മുടെ നേതാക്കന്മാർ എഴുതുന്നതും പറയുന്നതൊക്കെ ശ്രദ്ധിച്ചു നോക്കിയാൽ മുഖ്യ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ബഹുഭാര്യത്വം. എത്ര പേരാണ് മുസ്ലിം സമുദായത്തിലാണെങ്കിൽ ശരി ബഹുഭാര്യത്വം വെച്ച് പുലർത്തുന്നത്? അവരെ ഏത് സാഹചര്യത്തിലാണ് എന്നൊന്നും ആരും പഠിക്കാൻ ശ്രമിക്കാറേയില്ല. പണ്ടേ മനസ്സിലാക്കി വെച്ചിരുന്നതുകൊണ്ട് അത് വിഷയമായെടുത്ത് നിരന്തരമായി ചർവണം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഉറച്ച കാര്യമാണ്, ഈ മുസ്ലിം സമൂഹത്തിൽ വിദ്യാഭ്യാസമുള്ള, സാംസ്കാരികമായ അവബോധമുള്ള പുതിയ തലമുറയിൽ ബഹുഭാര്യത്വം ആവശ്യമുണ്ടെങ്കിൽ ഇല്ലെങ്കിലൊന്നും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രതിഭാസമല്ലാതെ. അതുപോലെ തന്നെ അതില്ലാത്ത, അത് നിരോധിക്കപ്പെട്ട സമൂഹങ്ങളിൽ പോലും ഇപ്പോഴും ഒരു പരിധിവരെ നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. ഇത്തരം കാര്യങ്ങളിലൊക്കെ ചിലപ്പോൾ നിയമപരമായ പരിഷ്കാരങ്ങൾ വേണമെന്ന ആവശ്യങ്ങൾ സമൂഹത്തിൽ നിന്ന് ഉയരും. സംസ്ഥാന സർക്കാരോ നിയമപരിഷ്കാര കമ്മീഷൻ നിശ്ചയിച്ചു, അവർ ചില ശുപാർശകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. മൗലികമായിട്ട് അത് പോസിറ്റീവായ ട്രെൻഡിനെ കാണിക്കുന്നത്. അതായത് കാലഹരണപ്പെട്ടതായ നിയമങ്ങൾ തിരുത്തണമെന്നുള്ള ഒരു ആവശ്യത്തെയാണ് അത് പൂർത്തീകരിക്കാൻ ശ്രമിക്കുന്നത്. ആ കാലഹരണപ്പെട്ടതായ നിയമങ്ങൾ തിരുത്തുമ്പോൾ തീർച്ചയായിട്ടും അത് ആദ്യ കാലഘട്ടത്തിൽ ആദ്യത്തെ നിയമങ്ങൾ കൊണ്ട് ഗുണം അനുഭവിക്കുന്ന ആരോ ചിലരുണ്ടായില്ല എന്ന് വരില്ല. പക്ഷെ പൊതുവായി പറഞ്ഞാൽ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ മാറ്റം അനുപേക്ഷ്യമാണ്. അത് പക്ഷേ ചില വ്യക്തികൾ ചേർന്ന് അത്തരത്തിലുള്ള ചില പരിഷ്കാരങ്ങൾ അവരുടെ ചിന്തയിൽ നിന്നുണ്ടായി അത് സമർപ്പിക്കുമ്പോൾ അതേപ്പറ്റി കടപിടികൂടേണ്ട ഒരു കാര്യവുമില്ല. എന്നാൽ എല്ലാ തരത്തിലും ചർച്ചകൾ നടക്കേണ്ടതായിട്ടുണ്ട്. അത്തരത്തിലുള്ളതായ ശുപാർശകൾ ഒരു രാജ്യത്തിന് മൊത്തം നിയമമായി വരണമെങ്കിൽ പാർലമെന്റിൽ ചർച്ച നടക്കണം, അതുപോലെ തന്നെ നിയമസഭകളിൽ ചർച്ച നടക്കണം,
അങ്ങനെ ബില്ല് രൂപത്തിൽ വന്ന് ചർച്ചകൾ നടന്നു കഴിഞ്ഞ ശേഷമാണ് അവസാനമായിട്ട് അത് പാസാക്കപ്പെടുന്നത്, അങ്ങനെ അത് നിയമമായിത്തീരുന്നത്. അതിനു മുമ്പുള്ള എല്ലാ ഘട്ടത്തിലും ചർച്ചകൾക്ക് പ്രസക്തിയുണ്ട്. അതിലേക്ക് പണ്ഡിതന്മാർ പങ്കെടുക്കാം, സാമൂഹ്യ പ്രവർത്തകർക്ക് പങ്കെടുക്കാം, എല്ലാവർക്കും പങ്കെടുക്കാം. പക്ഷേ ഏത് ചർച്ചകൾ നടന്നാലും ശരി, ഈ രാജ്യത്തിലെ പകുതിയോളം വരുന്ന സ്ത്രീകൾക്ക് നീതി നിഷേധിക്കുന്നതായ ജീർണമായ നിയമങ്ങളുമായി ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് ആരും പ്രതീക്ഷിക്കരുത്. തീർച്ചയായും സ്ത്രീകളോട് നീതി ചെയ്യുക എന്നുള്ളത് ഇസ്ലാമിന്റെ മൗലികമായ സന്ദേശമാണ്. അവരെ അടിമകളാക്കി വെച്ചുകൊണ്ട്, അവിടെ അടുക്കളകളിൽ തളച്ചിട്ടുകൊണ്ട്, അവർക്ക് ആരാധനാലയങ്ങളിലേക്ക് പോലും പ്രവേശനം നിഷേധിച്ചു കൊണ്ടുപോകുന്ന പിന്തിരിത്വം യാഥാസ്ഥ്യത്തിന്റെ നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന കാര്യം ഇനി നമ്മൾ മനസ്സിലാക്കിയേ മതിയാവും. അതുകൊണ്ട് അർത്ഥം എല്ലാ മൂല്യങ്ങളെയും എല്ലാ നിയമങ്ങളെയും ചട്ടവട്ടങ്ങളെയും വലിച്ചെറിഞ്ഞുകൊണ്ട് തോന്നിയ പോലെ ജീവിക്കണമെന്നുള്ളതല്ല. നേരെ മറിച്ച് എല്ലാ നിയമങ്ങൾക്കും ഒരു സ്പിരിറ്റുണ്ട്, ഒരു ചൈതന്യമുണ്ട്. മനുഷ്യ നിയമങ്ങൾക്ക് വേണ്ടിയല്ല, നിയമങ്ങൾ മനുഷ്യർക്ക് വേണ്ടിയുള്ളതാണ്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ളതായ ബോധവൽക്കരണത്തിൽ തീർച്ചയായിട്ടും ഈ സമൂഹത്തിൽ പ്രസക്തിയുണ്ട്. പക്ഷെ അതിന്റെ പേരിലുള്ള ബാലിശമായ കോലാഹലങ്ങൾ, അടിസ്ഥാന പ്രശ്നങ്ങളിൽ നിന്ന് ജനങ്ങളെ ശ്രദ്ധിക്കാൻ മാത്രമേ സഹായിക്കൂ എന്നുകൂടി വൈകിയ വേളയിൽ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ചുരുക്കത്തിൽ നീതിക്കും സമാധാനത്തിനും വേണ്ടിയുള്ള മഹത്തായ ഒരു ദേശീയ പ്രസ്ഥാനത്തിന്റെ ഉദയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ ആ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പോരാട്ടങ്ങളിൽ സർവശക്തി ഉപയോഗിച്ച് പങ്കാളിത്തം വഹിച്ചുകൊണ്ട് നല്ലതായ ഒരു മാറ്റത്തിന് വേണ്ടി, ഏറ്റവും സുന്ദരമായ ഒരു ഇന്ത്യ ഈ ലോകത്ത് ഒരു യാഥാർത്ഥ്യമായി തീരാൻ വേണ്ടി, ലോകത്തിലെല്ലാതരം സാമ്രാജ്യത്തെ അധിനിവേശങ്ങൾക്കുമെതിരെ പൊരുന്ന ധാർമ്മിക ശക്തിയായിട്ട് ഇന്ത്യ പിറവിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്വയം പ്രതിജ്ഞ ചെയ്യാം. അതിൽ ലഭിക്കുന്ന മുഴുവൻ അവസരങ്ങൾ ഉപയോഗിക്കാം. അതോട് സഹകരിക്കാൻ തയ്യാറുള്ള മുഴുവൻ പേരെയും സഹകരിക്കാൻ തയ്യാറില്ലാത്തവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ട് അതിലേക്ക് കൊണ്ടുവരാം. നിങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരളം മലയാളികളുടെ മാതൃഭൂമി. EMS നമ്പൂതിരിപ്പാട്. അധിനിവേശത്തിനെതിരായ ഉജ്ജ്വലമായ പോരാട്ടത്തിന്റെ ചരിത്രമുള്ള ഭൂപ്രദേശമാണ് മലബാർ. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട് കീഴ്പ്പെടുത്തി ഭരിച്ചവർ ബോധപൂർവം അവഗണിച്ചു പോന്ന സ്ഥലമാണിത്. ശാന്തവും സ്വസ്ഥവുമായ അവസ്ഥകളെക്കാൾ സാമ്രാജ്യത്വത്തിനും ജമ്മിത്തത്തിനുമെതിരായ പോരാട്ടത്തിന്റെ പ്രക്ഷുബ്ധതകളിലൂടെയാണ് ഒരു ചരിത്ര പ്രദേശമെന്ന നിലയിൽ മലബാർ കടന്നുപോയത്. അതുകൊണ്ട് ഒരു ജനതയുടെ കഴിവുകൾ സ്വയം ആധുനികവൽക്കരിക്കുവാനും പുരോഗതി പ്രാപിക്കാനും ചെലവഴിക്കപ്പെടുന്നതിന് പകരം നാടിനും നാടിന്റെ സമത്വത്തിനും വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ വഴിയിലാണ് വിനിയോഗിക്കപ്പെട്ടത്. ഇക്കാരണങ്ങളാൽ സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഏറെ പിന്നോക്കമായിരുന്നു മലബാർ. ഐക്യ കേരളത്തിലും ബാക്കി ഭൂപ്രദേശങ്ങൾ അപേക്ഷിച്ച് പിന്നോക്കമായി തന്നെ തുടരുകയാണ്. മലബാറിനെ ഉയർത്തിക്കൊണ്ടുവരാൻ ജനാധിപത്യ ഗവൺമെന്റുകൾ ബോധപൂർവം ശ്രമിക്കാത്തതാണ് ഇതിനു കാരണം. ശ്രമിക്കുന്നില്ലെന്നു മാത്രമല്ല, കേരളമെന്നാൽ തിരുകൊച്ചി എന്ന സമീപനം സ്വീകരിക്കുകയും ചെയ്യുന്നു. ഈ തിരിച്ചറിവിൽ നിന്നാണ് കേരളം ആരുടെ മാതൃഭൂമി എന്ന ചോദ്യം സോളിഡാരിറ്റി ഉയർത്തുന്നത്. അതുകൊണ്ട് മലബാറിനോട് ഗവൺമെന്റ് തുടരുന്ന അവഗണന അവസാനിപ്പിക്കണമെന്നും മലബാർ വികസനത്തിന് സ്പെഷ്യൽ പാക്കേജ് പ്രഖ്യാപിക്കണമെന്നും ഈ സമ്മേളനം സംസ്ഥാന ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നു. മലബാർ വിഷയം ഏറ്റെടുത്തുകൊണ്ട് രാഷ്ട്രീയ പ്രക്ഷോഭത്തിന് സന്നദ്ധമാകണമെന്ന് കേരളത്തിലെ മുഴുവൻ സാമൂഹ്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടും ഈ സമ്മേളനം അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടാൽ നിങ്ങൾക്ക് ലഭിച്ച സ്വാതന്ത്ര്യം അടിമകളുടെ സ്വാതന്ത്ര്യം മാത്രമായിരിക്കും. ഗാന്ധിജി. കേരളം കുടിച്ചു തീർക്കുന്നത് കോടികളുടെ വിഷമാണ്. ജനങ്ങളുടെ ജീവിതവും ആരോഗ്യവും സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട സർക്കാർ തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ മദ്യവിൽപ്പന ഏജൻസി എന്നതാണ് ഖേദകരമായ വസ്തുത. രാഷ്ട്ര പുനർനിർമ്മാണത്തിന് വേണ്ടി ചെലവഴിക്കപ്പെടേണ്ട യുവാക്കളുടെ ഊർജവും ആരോഗ്യവും പണവുമാണ് ഈ മദ്യവിപണനത്തിലൂടെയും ഉപഭോഗത്തിലൂടെയും നഷ്ടപ്പെടുന്നത്. ഓരോ കുടുംബത്തിന്റെയും തീരാ കണ്ണീരാണ് കുടുംബനാഥന്റെയും ചെറുപ്പക്കാരന്റെയും മദ്യപാനമെന്നത്. ലഹരിമുക്ത ഭാരതത്തെയാണ് രാഷ്ട്രശില്പികൾ സ്വപ്നം കണ്ടതും ഭരണഘടന വിഭാവന ചെയ്യുന്നതും. നവ മുതലാളിത്ത സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ ബാധിത പ്രദേശമെന്ന നിലയിൽ കേരളം ഗുരുതരമായ മദ്യാസക്തിയിലേക്കാണ് കൂപ്പുകുത്തുന്നത്.
സാധാരണക്കാരെ മദ്യം കൂടുതൽ പാപ്പരാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ലഹരിക്കെതിരായ ബോധവൽക്കരണ നീക്കങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. തങ്ങളുടെ അധികാരപരിധിയിൽ ലഹരി വിൽപ്പന നിരോധിക്കാനുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേരത്തെ നിലവിലുണ്ടായിരുന്ന അധികാരം പുനഃസ്ഥാപിക്കപ്പെടേണ്ടതുണ്ട്. ഒപ്പം കേരളത്തിൽ സമ്പൂർണ്ണ മദ്യനിരോധം നടപ്പാക്കണമെന്നും ഈ സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെടുന്നു. ലഹരിമുക്ത കേരളത്തിനായുള്ള പോരാട്ടം ഏറ്റെടുക്കണമെന്ന് എല്ലാ സാമൂഹ്യ രാഷ്ട്രീയ സംഘടനകളോടും ഈ സമ്മേളനം ആവശ്യപ്പെടുന്നു. രാജ്യത്തെ മുഴുവൻ മദ്യവിരുദ്ധ പ്രവർത്തകരോടും ഈ സമ്മേളനം അതിന്റെ ഐക്യദാർഢ്യം രേഖപ്പെടുത്തുന്നു. അവിടെ ഇപ്പോൾ വിൽക്കപ്പെടുന്നത് തൊടുത്ത ഓറഞ്ചുകളല്ല, ഒഴുക്കപ്പെട്ട അവളുടെ ചോരയാണ്. മഹ്മൂദ് ദർവേഷ്. എല്ലാ അന്താരാഷ്ട്ര മര്യാദകളും യുദ്ധ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ എന്ന ചട്ടമ്പി രാഷ്ട്രം ഫലസ്തീനികളെ കൊന്നു തീർക്കാൻ ശ്രമിക്കുകയാണ്. ഇസ്രായേൽ ഭീകരതയുടെ രാഷ്ട്രസ്വരൂപമാണ്. ഐക്യരാഷ്ട്ര സംഘടന നിഷ്ഠൂരമായ ഈ വംശശുദ്ധീകരണത്തിന് മുന്നിൽ തികഞ്ഞ നിസ്സംഗത പാലിക്കുകയാണ്. സിവിലിയന്മാരെ പൊതുവിലും കുട്ടികളെ സവിശേഷമായും ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഇസ്രായേൽ എന്ന ഭീകരരാഷ്ട്രം ആക്രമണം അയച്ചുവിടുന്നത്. ഇവിടെ ഫറോവ ജൂതനായി പുനർജനിക്കുകയാണ്. ലോകത്തിലെ പൊതുജന മനസ്സാക്ഷി ഇതിനെതിരെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ സാമ്രാജ്യത്വ ദാസ്യം രാഷ്ട്രീയവധമായി സ്വീകരിച്ച ഭരണകൂടങ്ങൾ ഇതിനു മുന്നിൽ നിർവികാരമായി ഇസ്രായേലിനെ സഹായിക്കുകയാണ്. ഫലസ്തീൻ സ്വാതന്ത്ര്യ വിമോചന സമരവുമായി ഐക്യദാർഢ്യത്തിന്റെ സുദീർഘമായ പാരമ്പര്യമുള്ള നമ്മുടെ രാജ്യവും ഫലസ്തീനികളെ സഹായിക്കാൻ കൂടുതൽ ബാധ്യതപ്പെട്ട അറബ് മുസ്ലിം നാടുകളും ഇസ്രയേലുമായുള്ള എല്ലാ നയതന്ത്ര ബന്ധവും വിച്ഛേദിക്കണമെന്ന് ഈ സമ്മേളനം ആവശ്യപ്പെടുന്നു. ഗസ കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് വെനിസ്വേലയിലെ ഇസ്രായേൽ അംബാസഡറെ പുറത്താക്കിയ പ്രസിഡന്റ് ചാവേസിന്റെ ധീരമായ നടപടിയെ ഈ സമ്മേളനം അഭിനന്ദിക്കുന്നു. ഇത് മറ്റ് ലോകരാജ്യങ്ങൾക്ക് വെട്ടിത്തിളങ്ങുന്ന മാതൃകയാണ്. ലോകവ്യാപകമായി നടക്കുന്ന ഗസ ഐക്യദാർഢ്യ ക്യാമ്പയിനിൽ ഈ സമ്മേളനം കണ്ണിചേരുന്നതായി പ്രഖ്യാപിക്കുന്നു. ആദരണീയനായ ജമാഅത്തെ ഇസ്ലാമി അമീർ ടി ആരിഫ് അലി സാഹിബ്, മാധ്യമം എഡിറ്റർ ഒ അബ്ദുറഹ്മാൻ സാഹിബ്, ബഹുമാന്യരായ പ്രസ്ഥാന നേതാക്കളെ, സാമൂഹ്യ സാംസ്കാരിക പ്രതിനിധികളെ, വളരെ വൈവിധ്യമാർന്ന വ്യത്യസ്തമാർന്ന വികാരങ്ങളോടെയാണ് ഞാനിപ്പോൾ ഈ വേദിയിൽ നിൽക്കുന്നത്. കഴിഞ്ഞ 6 മാസക്കാലമായി വളരെ ചിട്ടയാർന്ന പ്രവർത്തനങ്ങളുടെ സമാപനമാണ് ഈ സമ്മേളനം. ഒരു ജില്ലാ സമ്മേളനം എന്നതിലുപരി നമ്മുടെ ജില്ലയിലെ യുവസമൂഹത്തെ സംബന്ധിച്ച ഒരു വിശദമായ പഠനമാണ് ഈ പരിപാടികളിലൂടെ നടന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ യുവജന സമൂഹത്തിന് പോരാട്ടത്തിനുള്ള കരുത്ത് നഷ്ടപ്പെട്ടിട്ടില്ല എന്നും സാമൂഹ്യ അനീതികളോട് പടപൊരുതാനുള്ള ആർജവം നഷ്ടപ്പെട്ടിട്ടില്ല എന്നും തൊട്ടറിഞ്ഞ, അനുഭവം കൊണ്ടറിഞ്ഞ കാലങ്ങളായിരുന്നു ഇത്. ജില്ലയിലെ എല്ലാ മേഖലകളിലും വ്യത്യസ്തമാർന്ന പ്രവർത്തനങ്ങളുമായാണ് ഞങ്ങൾ കടന്നു ചെന്നത്. ഈ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾക്ക് കൈമുതലായി ഉണ്ടായിരുന്നത് എന്തിനും സന്നദ്ധരായ ഒരു സംഘം പ്രവർത്തകരുടെ ആത്മവിശ്വാസമായിരുന്നു. ഇതിന് ഞങ്ങൾക്ക് കരുത്തേകിയത്
ഇത്തരം ശ്രമങ്ങൾക്ക് വളരെ സന്തോഷത്തോടുകൂടി ഞങ്ങൾക്ക് ആവേശം നൽകുന്ന, ഞങ്ങൾക്കാവശ്യമായ സഹായങ്ങൾ ചെയ്തു തന്ന അഭ്യുദയകാംക്ഷികളായ ജനങ്ങളുടെ, സഹോദരങ്ങളുടെ സഹായമാണ്. ഈ ഒരു കരുത്തുമായി ജില്ലയിലെ മലയോര പ്രദേശങ്ങളിലും തീരദേശ മേഖലകളിലും കഷ്ടതയനുഭവിക്കുന്ന, പ്രയാസമനുഭവിക്കുന്ന ജനങ്ങളിലേക്ക്, അവരുടെ സമീപത്തുള്ള യുവാക്കളിലേക്ക് കടന്നു ചെന്നുകൊണ്ടാണ് സമ്മേളന പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചത്. വളരെ വളരെ കുറഞ്ഞ പ്രവർത്തകരുമായി ജില്ലയിൽ പ്രവർത്തനം ആരംഭിച്ച സോളിഡാരിറ്റി ഇന്ന് വളരെ ശക്തമായി എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്ന, ഇവിടെയുള്ള പാരമ്പര്യ യുവജന സംഘടനകളോടൊപ്പം ശക്തമായി എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്ന ഒരു സംഘടനയായി മാറ്റിയെടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും നമ്മുടെ നാട്ടിലെ സാമൂഹിക പ്രശ്നങ്ങളിൽ ശക്തമായി ഇടപെടാൻ കഴിയുന്ന, വളരെ ആർജവത്തോടെ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്ന ഒരു സംഘം യുവാക്കളുടെ പിന്തുണ ഈ സമ്മേളന പ്രവർത്തനങ്ങളിലൂടെ സോളിഡാരിറ്റി നേടിയെടുത്തിട്ടുണ്ട്. സോളിഡാരിറ്റിയോടൊപ്പം തോളുരുമ്മി നിൽക്കാൻ തയ്യാറായിട്ടുള്ള മുഴുവൻ സഹോദരങ്ങളെയും വളരെ ആർജവത്തോടുകൂടി ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. ചെമ്പുകടവിലെ ഞങ്ങളുടെ സോളിഡാരിറ്റി യൂണിറ്റ് പ്രസിഡന്റ് ഗോപാലൻ, അദ്ദേഹത്തിന്റെ കൂടെ 250ഓളം പ്രവർത്തകർ ഇന്ന് ഈ സമ്മേളനത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞങ്ങൾ ഒരിക്കലും സാധാരണ സമ്മേളനങ്ങളിൽ ഒരു ചെറിയ പ്രദർശന വസ്തുവായി അവതരിപ്പിക്കുന്ന രൂപത്തിലല്ല ഈ പ്രവർത്തകരെ ഞങ്ങൾ സമ്മേളനത്തിൽ പങ്കെടുപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് അത്തരമൊരു വ്യത്യാസം കാണാൻ കഴിയില്ല. ഞങ്ങളോടൊപ്പം സാധാരണ ഓരോ പ്രവർത്തകനും ലഭിക്കുന്ന സ്വാതന്ത്ര്യവും അവകാശവും നൽകിക്കൊണ്ട് ഞങ്ങളോടൊപ്പമാണ് ഈ പ്രവർത്തകർ അണിചേർന്നിട്ടുള്ളത്. അതുപോലെ തീരദേശങ്ങളിൽ പണിയെടുക്കുന്ന ധാരാളം ആളുകൾ, അക്ഷരമറിയാത്ത ആർജവമുള്ള ആളുകൾ ഈ സമ്മേളനത്തിൽ ഞങ്ങളോടൊപ്പം അണിചേർന്നിട്ടുണ്ട്. സ്നേഹത്തിന്റെയും അതുപോലെ തന്നെ സൗഹാർദ്ദത്തിന്റെയും ഭാഷയിൽ, ക്ഷമയുടെയും ആർജവത്തിന്റെയും ഭാഷയിൽ ഞങ്ങൾ സംവദിച്ചുകൊണ്ടാണ് ആ സഹോദരങ്ങൾ ഈ സമ്മേളനത്തിൽ അണിചേർന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ ആർജവത്തോട് എനിക്ക് പറയാൻ കഴിയും, ജില്ലയിൽ ഇനി സമ്മേളനം ഇവിടെ അവസാനിക്കുകയല്ല. സോളിഡാരിറ്റിയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ആർജവത്തോടുകൂടി തുടർന്നു പോകാനുള്ള തുടക്കമാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടന്നിട്ടുള്ളത്. ഇനി ജില്ലയിൽ വളരെ ആർജവത്തോടുകൂടി എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു യുവജന സംഘത്തെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇവിടെ ചില സാംസ്കാരിക സാമൂഹിക പ്രവർത്തകർ ഞങ്ങൾ എളിയ ക്ഷണം സ്വീകരിച്ച് ഞങ്ങളുടെ വേദിയിൽ അണിനിരന്നിട്ടുണ്ട്. ഞങ്ങളോട് പറഞ്ഞത്, ഞങ്ങളുടെ പരിപാടിയിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ അവസരമുണ്ടാകില്ല, നിങ്ങളെ സാന്നിധ്യമുണ്ടാകണമെന്ന് പറഞ്ഞപ്പോൾ വളരെ നിറഞ്ഞ മനസ്സോടുകൂടിയാണ് അവരിവിടെ വന്നിട്ടുള്ളത്. ഞങ്ങൾ മനസ്സിലാക്കുന്നു, ഈ ആളുകൾ യഥാർത്ഥത്തിൽ ഞങ്ങളുടെ ഊർജ്ജ സ്രോതസ്സുകളാണ്. ഇവരിൽ നിന്ന് ആർജവം ഉൾക്കൊണ്ടുകൊണ്ട്, ഇവരുടെ ഉപദേശ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട്, ഇവർ അനുഭവങ്ങൾ യഥാർത്ഥത്തിൽ വരും തലമുറയുടെ കരുത്താക്കി മാറ്റിക്കൊണ്ട് തീർച്ചയായും സോളിഡാരിറ്റിക്ക് ചിലത് ചെയ്യാനുണ്ട്. ദിവസങ്ങളായി വിവിധ സന്ദർഭങ്ങളിലായി സോളിഡാരിറ്റിയുടെ മുന്നിൽ വിവിധ വ്യക്തികൾ അവരുടെ പോരാട്ടങ്ങളിൽ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് കടന്നു വരാറുണ്ട്. പലപ്പോഴും ഞങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രയാസം, ഞങ്ങൾക്ക് അത്തരം പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന വ്യക്തികളും നേതാക്കളും ഇല്ല എന്ന ഒരു കുറവ്, അല്ലെങ്കിൽ ആ വിഷയങ്ങൾ ഏൽപ്പിക്കാൻ കഴിയുന്ന പ്രവർത്തകരുടെ കുറവ് ഞങ്ങൾ പലപ്പോഴും അനുഭവിച്ചിരുന്നു. പക്ഷേ ഇന്ന് ഞങ്ങൾക്ക് ആർജവത്തോടുകൂടി പറയാൻ കഴിയും, ജില്ലയുടെ ഏതു മേഖലയിലും പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാനും അത് വിശകലനം ചെയ്യാനും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന കരുത്തുറ്റ നേതൃനിര സോളിഡാരിറ്റി ജില്ലയിൽ വളർത്തിയെടുത്തിരിക്കുകയാണ്. ഈ ഒരു ആർജവത്തോടുകൂടി, ഉത്തരവാദിത്വബോധത്തോടുകൂടി, വിനയത്തോടുകൂടി ഈ ജില്ലയിലെ സാമൂഹിക പ്രശ്നങ്ങളിൽ ശക്തമായ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കരുത്തുറ്റ യുവനിരയെ സോളിഡാരിറ്റി വാർത്തെടുത്തിരിക്കുന്നു. ആ ഒരു വാർത്തെടുത്തിരിക്കുന്നു എന്ന ഒരു വിളംബരമാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഇവിടെ നമ്മൾ നടത്തിയ പ്രകടനത്തിലൂടെ, ഈ ബഹുജന സംഗമത്തിലൂടെ സോളിഡാരിറ്റി പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഈ കരുത്തിനെ നാടിന്റെ കരുത്തായി വളർത്താൻ ഇനിയും യഥാർത്ഥത്തിൽ ശക്തി പകരാൻ കഴിയുന്ന യുവജനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അവരെയൊക്കെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് ജാതിമത കക്ഷിഭേദമന്യേ ധാർമ്മിക മൂല്യങ്ങളുടെ കരുത്ത് മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് ശക്തമായി എല്ലാ വിശ്വാസങ്ങൾക്കും, എല്ലാ ജാതികൾക്കും, മതങ്ങൾക്കും, സമ്പ്രദായങ്ങൾക്കുമുള്ള സ്വാതന്ത്ര്യം
ബഹുസ്വരത അനുവദിച്ചുകൊണ്ട് കൂടുതൽ വിശാലമായ ഒരു പ്ലാറ്റ്ഫോമായി സോളിഡാരിറ്റി കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകും എന്ന് ഞാനിപ്പോൾ നിങ്ങളോട് അറിയിക്കുകയാണ്. തീർച്ചയായും ഈ സമ്മേളനം ഈ അർത്ഥത്തിൽ വിജയമാക്കുന്നതിന് ഇതിന് സഹകരിച്ച ഈ ജില്ലയിലെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളതും ഇവിടെ എത്തിച്ചേരാൻ കഴിയാത്ത ബഹുജനങ്ങളുമായി ധാരാളം ആളുകളുണ്ട്. ഇവർക്ക് വളരെ തുറന്ന മനസ്സോടുകൂടി സോളിഡാരിറ്റിയുടെ വിപ്ലവാദ്യം അർപ്പിക്കുകയാണ്. എല്ലാവർക്കും സോളിഡാരിറ്റിയുടെ ആശംസകൾ നേരുകയാണ്. വാഹിർ ദവാന. യൗവനം പോരാട്ടപ്പാട്ടുകൾ. യുവത്വത്തിന്റെ സിരകളിൽ ധർമ്മവീരം നിറയ്ക്കുവാൻ യൗവനം പോരാട്ടപ്പാട്ടുകൾ. CD പ്രകാശനം നിർവഹിക്കുന്നത് സോളിഡാരിറ്റി സംസ്ഥാന സമിതി അംഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി KA ഷഫീഖ്. ചരിത്രത്തിൽ ഇടം നേടിയ വീരസമരങ്ങളിലൂടെ മലയാള നാടിന് ആവേശം കൊള്ളിച്ച സമരനായകൻ ഗ്രോ വാസുവിന് നൽകി പ്രകാശനം നിർവഹിക്കുന്നു. CD സ്വീകരിക്കുന്നതിന് ഗ്രോ വാസുവിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അടുത്തത് യുവസുഹൃത്തിന് ആഹ്വാന കവിതകൾ. ധർമ്മസമരപാതയിലേക്ക് യുവാവെ വരിക, നിനക്ക് സ്വാഗതം. യുവ സുഹൃത്തിന് ആഹ്വാന കവിതകൾ. സോളിഡാരിറ്റി സംസ്ഥാന പ്രസിഡന്റ് P. മുജീബ് റഹ്മാൻ. മുക്കം കുത്തക വിരുദ്ധ സമിതി നേതൃത്വം നൽകുന്ന V. കുഞ്ഞാലിക്ക് നൽകിക്കൊണ്ട് പ്രകാശനം നിർവഹിക്കുന്നു. പൊരുതുക നമ്മൾ വാഴും തിന്മകൾക്കെതിരെ കേഴും നാടിനു വേണ്ടി നാം നമുക്കായി നന്മയിൽ അണിചേർന്നൊത്തു വിളിക്കുക സിന്ദാബാദ്. നാം നമുക്കായി നന്മയിൽ അണിചേർന്നൊത്തു വിളിക്കുക സിന്ദാബാദ്. ഇൻക്വിലാബ് സിന്ദാബാദ്, സോളിഡാരിറ്റി സിന്ദാബാദ്. ഇൻക്വിലാബ് സിന്ദാബാദ്, സോളിഡാരിറ്റി. യുവജന പ്രസ്ഥാനത്തിന്റെ ഈ മഹാസമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ശ്രീ ഖമറുദ്ദീൻ, യോഗം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട ആരിഫ് അലി സാഹിബ്, വേദിയിലുള്ള മറ്റഭിബന്ധരായ സുഹൃത്തുക്കളെ, ഗുരുജനങ്ങളെ, പോരാടുന്ന യൗവനത്തിന്റെ പ്രതിനിധികളായ സോളിഡാരിറ്റിയുടെ സഹോദരി സഹോദരന്മാരെ, യൗവനം പോരാടാനുള്ളതാണ് എന്ന് പറയുമ്പോൾ എന്താണ് യൗവനം എന്ന ചോദ്യമുണ്ട്. യൗവനം കേവലം പ്രായം മാത്രമാണോ അതോ മനസ്സാണോ എന്ന് എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട്. യൗവനം പലപ്പോഴും ഈ അടുത്ത കാലത്തൊരു സുഹൃത്ത് ഒരു ലേഖനത്തിൽ എഴുതിയതുപോലെ നമ്മുടെ പല യുവജന നേതാക്കളും അവരുടെ, പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടി നേതാക്കളെക്കുറിച്ചാണ്, ഞാൻ പേരൊന്നും പറയുന്നില്ല, ആ യുവജന നേതാക്കൾ അവരുടെ സമുന്നതരായ വൃദ്ധ നേതാക്കളെക്കാൾ വൃദ്ധരായിരിക്കുന്നു എന്ന് ഒരു സുഹൃത്ത് എഴുതി. ഓരോ നേതാവിനെയും കുറിച്ച് എഴുതിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ കേരളം നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയാണിത്. എന്താണ് യുവത്വത്തിന്റെ പ്രത്യേകത? 60കളിലെയും 70കളിലെയും യുവത്വത്തെ കേരളത്തിൽ പ്രോജ്വലമാക്കിയ വാസുവേട്ടൻ അടക്കമുള്ള ആളുകൾ ഇരിക്കുന്ന ഒരു വേദിയിലാണ് നമ്മൾ യുവത്വത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. എന്താണ് യുവത്വത്തിന് പ്രത്യേകത? യുവത്വത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് ഒട്ടനവധി കെട്ടുപാടുകൾക്കപ്പുറത്തു നിന്നുകൊണ്ട് പ്രതികരിക്കാൻ കഴിയുന്ന ഒരു പ്രായമാണ് എന്നതാണ്. അത് നമുക്കൊക്കെ അറിയാം. ചൂടുള്ള രക്തമാണ്, ചുടുരക്തമാണ്, യുവരക്തമാണ് എന്നൊക്കെ പറയും. പക്ഷെ ഞാൻ അതിനേക്കാൾ പ്രധാനമായി കാണുന്നത് നാളത്തെ സമൂഹത്തിൽ ജീവിക്കേണ്ടവരാണ് തങ്ങൾ എന്ന തിരിച്ചറിവിൽ നിന്നാണ് യൗവനത്തിന്റെ പോരാട്ടമുണ്ടാകേണ്ടത്. നാളെ ഈ ലോകത്ത് എനിക്ക് ജീവിക്കാൻ കഴിയുമോ എന്ന ചോദ്യം ഇന്ന് വളരെ പ്രസക്തമായി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇന്നത്തെ ജീവിതം തന്നെ വളരെ ബുദ്ധിമുട്ടായ ഒരു ലോകത്ത് ജീവിക്കുമ്പോൾ നാളെ ഇതിനേക്കാൾ എത്രയോ ദുഷ്കരമാണ് എന്ന് നമുക്കൊക്കെ അറിയാം. ഓരോന്നായി നമ്മൾ പറയേണ്ട കാര്യമില്ല. ഇപ്പൊ കേരളം പോലൊരു സമൂഹത്തിൽ വികസനത്തിന്റെയൊക്കെ കാര്യത്തിൽ വലിയ നേട്ടം നേടിയെന്ന് പറയുന്നൊരു സമൂഹം ഇന്ന് എത്രമാത്രം ഏതൊക്കെ കാര്യങ്ങളിൽ പ്രതിസന്ധിയിലാണ് എന്ന്
കുടിവെള്ളം മുതൽ ഭൂമി, വായു, ഭക്ഷണം, ആരോഗ്യം, വിദ്യാഭ്യാസം, സാമൂഹ്യ ബന്ധങ്ങൾ, സാമ്പത്തിക ബന്ധങ്ങൾ, സാംസ്കാരിക അവസ്ഥകൾ, ഇതിലേതിലെടുത്താലും നാളെ ഇന്നത്തേതിനേക്കാൾ ശോഭനമാകുമെന്ന് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു നയപരിപാടി ആരും അവതരിപ്പിക്കുന്നില്ല എന്നതാണ്. പ്രത്യേകിച്ചും അധികാരത്തിലുള്ള ആളുകൾ. യഥാർത്ഥത്തിൽ യുവത്വമാണ് ഈ പരിപാടി മുമ്പോട്ട് വയ്ക്കേണ്ടത്. നാളെ ഞങ്ങൾക്ക് ജീവിക്കാനുള്ളതാണ്. ഞാൻ യുവത്വത്തെ അങ്ങനെ കുറ്റം പറയില്ല. കാരണം യുവാക്കൾ മോശമായെങ്കിൽ യുവാക്കളുടെ കുറ്റമല്ല, ആ യുവാക്കളെ നയിക്കുന്ന വലിയ ആളുകളുടെ കുറ്റമാണ്. എൻ്റെ മുമ്പിലിരിക്കുന്ന ചെറിയ കുട്ടികൾ നിങ്ങളൊന്നും മോശക്കാരായതുകൊണ്ടല്ല, നിങ്ങളുടെ തലമുറ മോശക്കാരായതുകൊണ്ടല്ല, നിങ്ങളെ വളർത്തിയെടുത്ത ഇന്ന് അധികാരത്തിലിരിക്കുന്ന തലമുറ, ഞാനടക്കമുള്ള ആളുകൾ മോശക്കാരായതുകൊണ്ടാണ്. പക്ഷേ അത് ചോദിക്കാനുള്ള ആർജവം നിങ്ങൾക്കുണ്ടാവണം. ഞങ്ങളുടെ വെള്ളം എവിടെ പോയി? ഞങ്ങളുടെ മണ്ണ് എവിടെ പോയി? ഞങ്ങളുടെ വനം എവിടെ പോയി? ഞങ്ങളുടെ നിലാവ് എവിടെ പോയി? ഞങ്ങളുടെ സ്നേഹം എവിടെ പോയി? ഞങ്ങളുടെ സാമൂഹ്യ ബന്ധങ്ങൾ എവിടെ പോയി? ഈ ലോകത്ത് ഞങ്ങളെങ്ങനെ ജീവിക്കും? നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയാൻ കഴിയണം. അത് പറഞ്ഞുകൊണ്ടാണ് ലോകത്ത് യുവത എക്കാലത്തും യുവത്വം മുമ്പോട്ട് പോയിട്ടുള്ളത്. ചരിത്രത്തെ എപ്പോഴും നിയന്ത്രിച്ചിട്ടുള്ളത് യുവത്വമാർത്ഥത്തിലാണ്. പക്ഷെ ഇന്ന് യുവാക്കളെ സംബന്ധിച്ചിടത്തോളം അവരെ എല്ലാ അർത്ഥത്തിലും മയക്കിക്കെടുത്താൻ കഴിയുന്ന, സാധാരണ ആളുകൾ പറയും മദ്യവും മയക്കുമരുന്നുമാണെന്ന്. യഥാർത്ഥത്തിൽ മദ്യത്തെക്കാളും മയക്കുമരുന്നിനേക്കാളും മയക്കുന്ന അധികാരത്തിന്റെയും അഴിമതിയുടെയും സുഖഭോഗത്തിന്റെയും കമ്പോളത്തിന്റെയും സ്വജനപക്ഷപാതിത്വത്തിന്റെയും അസത്യത്തിന്റെയും ചൂതാട്ടത്തിന്റെയും ഹിംസയുടെയുമായ ഒരു വലിയ മായികാ ലോകത്തിൽ യുവാക്കളെ കൊണ്ട് കെട്ടിയിരിക്കുകയാണ്. ഇതിൽ നിന്ന് മോചനം നേടുക എന്നത് അത്ര എളുപ്പമല്ല. കാരണം നമ്മളൊക്കെ ഇപ്പോ നേരത്തെ AR പറഞ്ഞു, അബ്ദുറഹ്മാൻ സാഹിബ് പറഞ്ഞു സത്യത്തെക്കുറിച്ച്. അസത്യമാണ് തകർന്നത് എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ സത്യവും അസത്യവും വേർതിരിച്ചറിയാൻ കഴിയാത്ത ഒരു ലോകത്ത്, ഒരു അൺറിയൽ റിയാലിറ്റി ഷോയുടെ ലോകത്ത്, അല്ലെങ്കിൽ ഒരു വെർച്വൽ റിയാലിറ്റി എന്ന് കമ്പ്യൂട്ടറുകാർ പറയുന്ന ഒരു സംഗതിയുണ്ട്. റിയാലിറ്റിയേ അല്ല, വെർച്വൽ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംഭവമില്ല. പക്ഷെ എനിക്ക് അത് റിയാലിറ്റിയായി തോന്നുന്ന ഒരു ലോകത്തിൽ നമ്മെ കൊണ്ടെത്തിച്ച് നിൽക്കുകയാണ്. ആ കൊണ്ടെത്തിച്ച് നിൽക്കുന്നതിന്റെ കാരണം, ഞാൻ അതിന്റെ ഒരുപാട് വേദികളിൽ നമ്മൾ സംസാരിച്ചില്ല. എനിക്ക് മുമ്പും എനിക്ക് ശേഷവും സംസാരിക്കുന്നവരുണ്ട്. ഈ സമൂഹത്തെ, ഈ യുവത്വത്തെ ആകെ അടിച്ചമർത്തി അവരെ വെറും രാഷ്ട്രീയ പാർട്ടികൾ മുതൽ വമ്പൻ കുത്തകകൾ വരെ കൊട്ടേഷൻ സംഘങ്ങളാക്കി മാറ്റിക്കൊണ്ടിരിക്കുക. ഇന്ന് യുവജന സംഘടനകൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടെ കൊട്ടേഷൻ സംഘങ്ങളാണ്. പല പാർട്ടികളും ചിലപ്പോൾ സമ്മതിക്കില്ല, പക്ഷെ പല രാഷ്ട്രീയ പാർട്ടികൾക്കും ഇതുപോലെ. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വന്തം നേതാക്കളോട് ഇത് തെറ്റാണ് എന്ന് പറയാൻ, അല്ലെങ്കിൽ അവരുമായി അകത്ത വേദിയിൽ പോലും ചർച്ച ചെയ്യാൻ, പുറത്തു വേണ്ട, അകത്ത വേദിയിൽ പോലും ചർച്ച ചെയ്യാൻ കഴിയാതെ, അങ്ങനെയാണ് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളിലെ ജീർണത അതിനേക്കാൾ മോശമായ തരത്തിൽ യുവജന സംഘടനകളിലേക്ക് വ്യാപിക്കുന്നത്. അധികാര വടംവലി, തമ്മിൽ തല്ല്, ഇതെല്ലാം രാഷ്ട്രീയ പാർട്ടികൾ എന്ത് ചെയ്യുന്നുവോ അതിനേക്കാൾ മോശമായ തരത്തിൽ ഈ പറഞ്ഞതുപോലെ അധികാര മോഹത്തിന്റെയും, നേരത്തെ പറഞ്ഞതുപോലെ പാർലമെന്ററി വ്യാമോഹമെന്നോ എന്ത് മോഹം വേണമെങ്കിൽ പറയാം. കാരണം ഒരു പഞ്ചായത്ത് മെമ്പർ സ്ഥാനം കിട്ടുമെന്ന് പറഞ്ഞാൽ ഏത് നേതാവിന് വേണ്ടിയും എപ്പോഴും കൂറുമാറാനും ജയ് വിളിക്കാനും കഴിയുന്ന തരത്തിലേക്ക് നമ്മുടെ യുവജന പ്രസ്ഥാനങ്ങൾ മാറിയിരിക്കുന്നു. അതാണിപ്പോൾ പ്രശ്നം. അധികാര വികേന്ദ്രീകരണം വന്നതോടുകൂടി കാര്യങ്ങൾ കുറെ കൂടി എളുപ്പമായി. കാരണം ഏത് തലത്തിലും യുവജനങ്ങളെ നിങ്ങൾക്ക് ഈ അധികാരത്തിന്റെ അപ്പകഷ്ണം കാട്ടി കൂടെ നിർത്താൻ കഴിയും. മറുവശത്ത് അവിടെയാണ് നമ്മൾ യുവത പോരാടാനുള്ളതാണ് എന്ന് പറയുമ്പോൾ, കേരളത്തിൽ ഇപ്പൊ നമ്മുടെ രാഷ്ട്രീയ നേതാക്കളോട് ചോദിച്ചാൽ കേരളത്തിൽ എന്തെങ്കിലും പോരാട്ടങ്ങൾ നടക്കുന്നുണ്ടോ? നമ്മുടെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ യുവജന നേതാക്കളോട് ചോദിക്കുക, കേരളത്തിൽ എന്തെങ്കിലും പോരാട്ടം നടക്കുന്നുണ്ടോ? കേരളത്തിൽ ആരെങ്കിലും സമരം ചെയ്യുന്നുണ്ടോ? ഞങ്ങളിങ്ങനെ ആഴ്ചയിൽ ഒരിക്കൽ ഒരു ഹർത്താൽ പ്രഖ്യാപിച്ച് നടപ്പാക്കുന്നതൊഴിച്ചാൽ വേറെ എന്ത് സമരമാണ് കേരളത്തിൽ നടക്കുന്നത്? ആ സുഹൃത്തുക്കളോട്, നമുക്ക് സോളിഡാരിറ്റിയുടെ പ്രവർത്തകരോട് ഞാനത് പറയേണ്ട കാര്യമില്ല. ആ സുഹൃത്തുക്കളോട് നമ്മൾ പറയണം, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കേരളത്തിൽ നടക്കുന്ന നൂറുകണക്കിന് മനുഷ്യരുടെ പോരാട്ടത്തെക്കുറിച്ച്, അവർ നേരിടുന്ന ജീവിത ദുരന്തങ്ങളെക്കുറിച്ച്, അവർ
എന്തിനെതിരെയാണ് അവർ പോരാടുന്നത്? എന്താണ് അവരുടെ ലക്ഷ്യം? നമുക്കറിയാം, അവരുടെ മണ്ണ്, അവരുടെ വെള്ളം, അവരുടെ വായു, അവരുടെ ജീവിതം, അവരുടെ നിലനിൽപ്പ് ഇത് ചോദ്യം ചെയ്യപ്പെടുന്നു. എങ്ങനെ ചോദ്യം ചെയ്യപ്പെടുന്നു? നേരത്തെ പറഞ്ഞതുപോലെ സാമ്രാജ്യത്വ മൂലധനത്തിന് പൂർണ്ണമായും അടിപ്പെട്ട ഭരണകൂടങ്ങൾ, രാഷ്ട്രീയ കക്ഷികൾ, ഇവർ ചേർന്ന് നമ്മുടെ മണ്ണ്, നമ്മുടെ വെള്ളം, നമ്മുടെ ജീവിതം വിൽക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി ആവുന്നത്. യുവാക്കളുടെ പേരിലാണ്, നിങ്ങൾക്ക് തൊഴിലുണ്ടാവാനാണ്, നിങ്ങൾക്ക് വികസനം ഉണ്ടാവാനാണ് ഞങ്ങൾ ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി ആകുന്നത് എന്ന് പറയുന്ന ഭരണാധികാരികളോട് നിങ്ങൾ ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി ആയി വിൽക്കുന്നത് എന്റെ വെള്ളമാണ്, എന്റെ വായുവാണ്, എന്റെ ജീവിതമാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കാനുള്ള രാജ്യമാണ് എന്ന് പറയാനുള്ള ആ പോരാട്ടങ്ങൾ നടക്കുന്നിടത്താണ് യഥാർത്ഥത്തിൽ സോളിഡാരിറ്റിയെ കാണുന്നത്. അതാണ് വ്യത്യാസം. അതുകൊണ്ടാണ് എനിക്ക് സോളിഡാരിറ്റിയുമായിട്ട് ആ പോരാട്ടങ്ങളിൽ സോളിഡാരിറ്റിയെ കാണുമ്പോൾ ചെങ്ങറയിൽ, അല്ലെങ്കിൽ മൂലമ്പിള്ളിയിൽ, അല്ലെങ്കിൽ പ്ലാച്ചിമടയിൽ, അല്ലെങ്കിൽ എൻഡോസൾഫാൻ ഇടത്ത്, അല്ലെങ്കിൽ തീരദേശ പോരാട്ടങ്ങളിൽ, അല്ലെങ്കിൽ വിളച്ചിക്കാലയിൽ, കേരളത്തിലെ നിരവധി പോരാട്ട മുഖങ്ങളിൽ, അല്ലെങ്കിൽ ആതിരപ്പള്ളിയിൽ, ഇവിടെയൊക്കെ നമ്മൾ കാണുന്നു. എന്തുകൊണ്ടാണ് സോളിഡാരിറ്റി അവിടെ പോകുന്നത്? എന്തുകൊണ്ടാണ് നമ്മുടെ യുവജന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ അവിടെ കാണാത്തത്? അവരാ പോരാട്ടങ്ങൾ അംഗീകരിക്കുന്നതേയില്ല. കാരണം അവരൊക്കെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഭൂമി ഹാരിസനുള്ളതാണ്, ദളിതനുള്ളതല്ല. ഭൂമി കുത്തകൾക്കുള്ളതാണ്, ആദിവാസിക്കുള്ളതല്ല. ഭൂമി ദരിദ്രനുള്ളതല്ല. വെള്ളം കൊക്കക്കോളയ്ക്കുള്ളതാണ്, പ്ലാച്ചിമടയിലെ ജനങ്ങൾക്കുള്ളതല്ല എന്ന് തീരുമാനിച്ചു. ഇതിനെയാണ് നമ്മൾ ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി എന്ന് പറയുന്നത്. യുവാക്കളെ തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. ഇത്തരത്തിലുള്ള ഭരണകൂടങ്ങൾ, എല്ലാ അർത്ഥത്തിലും സാമ്രാജ്യത്വത്തിന് കീഴ്പ്പെട്ട ഈ കൂട്ടക്കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുന്ന ഭരണകൂടങ്ങൾ, ആ ഭരണകൂടങ്ങൾ, ഇപ്പൊ ഞാൻ സാമ്രാജ്യത്വം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യം മാത്രമാണ് സാമ്രാജ്യത്വം. യഥാർത്ഥത്തിൽ ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെയൊക്കെ ഉള്ളിൽ അമേരിക്ക സ്ഥാപിക്കുക എന്നതാണ് അമേരിക്കയുടെ വിജയം എന്നതാണ്. നമ്മുടെയൊക്കെ ഉള്ളിൽ അമേരിക്ക ഉണ്ടാക്കുകയാണ്. ഓരോ അമേരിക്കക്കാർ നാം ആവുകയാണ് നമ്മുടെ ഉള്ളിൽ. കാരണം ഇന്ന് സാമ്രാജ്യത്വം എന്ന് പറയുന്നത് നിങ്ങൾ ഉറങ്ങുമ്പോൾ പോലും നിങ്ങളെ കീഴ്പ്പെടുത്തുന്ന, നിങ്ങളുടെ ഉറക്കറയിലും കിടപ്പറയിലും അല്ലെങ്കിൽ കുളിമുറിയിലും ഊൺമേശയിലും കടന്നു വരുന്നതാണ് സാമ്രാജ്യത്വം. അവിടെയാണ് നമുക്ക് സാമ്രാജ്യത്വം ഉള്ളത്. നമ്മളുടെ ചിന്തകളിൽ, അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ സ്വപ്നങ്ങളിൽ പോലും സാമ്രാജ്യത്വം അധിനിവേശം നടത്തിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. നമുക്കിത് സാമ്രാജ്യത്വമാണോ അധിനിവേശമാണോ, നമ്മുടെ സന്തോഷത്തിന് ആരെങ്കിലും വരുന്നതാണോ തിരിച്ചറിയാൻ കഴിയുന്നില്ല. അത്തരത്തിൽ നാം മാറ്റപ്പെട്ടിരിക്കുന്നു. വളരെ സങ്കീർണമായൊരവസ്ഥയാണ്. അവിടെ നമുക്ക് നോക്കേണ്ടത് മഹാത്മാജി പറഞ്ഞ കാര്യം തന്നെയാണ്. നിങ്ങളുടെ കൺമുൻപിൽ കാണാവുന്ന ഏറ്റവും ദരിദ്രനായ മനുഷ്യന് ഇത് ഗുണകരമാണെങ്കിൽ അതിനെ പിന്തുണയ്ക്കുക, അല്ലെങ്കിൽ അതിനെ എതിർക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ചെങ്ങറയിൽ സമരം ചെയ്യുന്ന ദളിതർക്ക് കൃഷിഭൂമി ആവശ്യപ്പെടുമ്പോൾ അവർക്ക് കൊടുക്കാൻ ഭൂമിയില്ല എന്നും, മറുവശത്ത് ഏത് വ്യവസായി വേണമെങ്കിലും വരട്ടെ അവർക്കൊക്കെ ആയിരക്കണക്കിന് ഏക്കർ ഭൂമി കൊടുക്കാനുണ്ട് എന്നും ഒരേ ദിവസം ഒരേ ഭരണകൂടത്തിന്റെ വക്താക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇന്നലെയും മിനിയാന്നുമായി വന്ന 2 തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു. ഒന്ന് മാത്രം സൂചിപ്പിച്ച പോലെ 2 എണ്ണമുണ്ട്. ഒന്ന് ഷിബു സൊറന്റെ പരാജയം, മറ്റൊന്ന് നന്ദിഗ്രാമിൽ ഇടതുപക്ഷത്തിന് കിട്ടിയ വൻ തിരിച്ചടി. ഇത് രണ്ടും ബന്ധപ്പെട്ടതാണ് സുഹൃത്തുക്കളെ. കാരണം രണ്ടും സാമ്രാജ്യത്വത്തിനുള്ള അടികളാണ്. എങ്ങനെയാണ് ഷിബു സൊറൻ മുഖ്യമന്ത്രിയായത് നമുക്കറിയാം. ഷിബു സൊറൻ കൃത്യമായും ഒരു ആണവ കരാറിന്റെ ആയി ബന്ധപ്പെട്ട് ഇടതുപക്ഷം പിന്തുണ പിൻവലിച്ചപ്പോൾ വിശ്വാസ വോട്ട് നേടാൻ അവസാന നിമിഷം വരെ വേലിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് വിശ്വാസ വോട്ടിന് കൈക്കൂലിയായി കൊടുത്ത മുഖ്യമന്ത്രി സ്ഥാനം ജനങ്ങൾ തെറിപ്പിച്ചതാണ്. അതിനർത്ഥം ആ വിശ്വാസ വോട്ടിൽ ഷിബു സൊറൻ എടുത്ത നിലപാട് ജാർഖണ്ഡിലെ ജനങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. പ്രശ്നം അത് തന്നെയാണ്. അതുപോലെ തന്നെ മറ്റൊരു സാമ്രാജ്യത്വ നയം സലീം ഗ്രൂപ്പിന് വേണ്ടി ഭൂമി വിട്ടുകൊടുക്കാൻ ഇടതുപക്ഷം വന്നപ്പോൾ ഞാൻ പറയാറുണ്ട്, ബംഗാളിൽ ജയിച്ചത് തൃണമൂലമൊന്നുമല്ല, ബംഗാളിൽ ജയിച്ച് യഥാർത്ഥ ഇടതുപക്ഷമാണ്. യഥാർത്ഥ ഇടതുപക്ഷം ജയിക്കുകയും ഇടതുപക്ഷത്തെ വിൽക്കാൻ ശ്രമിച്ച, അല്ലെങ്കിൽ അതിന് മറയാക്കി പിടിച്ച ഇടതുപക്ഷം ബംഗാളിൽ പരാജയപ്പെടുകയുമാണ്. നന്ദിഗ്രാമിൽ നിന്ന് ഞങ്ങൾ പാഠം പഠിക്കും എന്നാണ് CPM-ന്റെ നേതാക്കൾ പറയുന്നത്. നമുക്കറിയില്ല, കണ്ടു തന്നെ കാണണം. ഞാൻ ദീർഘിപ്പിക്കില്ല. ഇപ്പോ ഏറ്റവും ഒടുവിൽ ആണവ കരാറിന്റെ തുടർച്ചയാണ് ഇപ്പോൾ ഇസ്രായേലിനോടുള്ള നയം എന്ന് നമ്മൾ പറഞ്ഞു. നമ്മുടെ യുവത എവിടെയാണ്? ഞാൻ ഇന്നലെ ചില ആളുകളൊക്കെ ചെഗുവരയുടെയൊക്കെ പടം വെച്ച്
ഇങ്ങനെ റോട്ടിൽ കിടന്ന് നടക്കുകയാണ്, ചെഗുവരയുടെയൊക്കെ പടം വെച്ചിട്ട് ബനിയനൊക്കെ ഇട്ട്. അപ്പം ഞാൻ ചോദിച്ചു, ഇത് എവിടെ നിന്ന് കിട്ടി? ഇതിപ്പോൾ 100 രൂപയ്ക്ക് കിട്ടുമെന്ന് പറഞ്ഞു. 100 രൂപയ്ക്ക് ചെഗുവരയുടെ പടം വെച്ചാൽ നമ്മൾ വിപ്ലവകാരികളായി എന്ന് വിശ്വസിക്കുകയും നാളെ യാസർ അറാഫത്തിൻ്റെയോ അല്ലെങ്കിൽ ഹ്യൂഗോ ഷാവേസിൻ്റെയോ അല്ലെങ്കിൽ ഫിഡൽ കാസ്ട്രോയുടെയോ അല്ലെങ്കിൽ ഇറാൻ പ്രസിഡന്റിന്റെയോ ഒക്കെ പടം വെച്ച് ഇവിടെ ആളുകൾ നടന്നു എന്ന് വരാം. പക്ഷെ അതുകൊണ്ടൊന്നും യുവത യുവതയാവുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. കാരണം നിങ്ങൾ ചെഗുവരയുടെ പടം വെച്ചുകൊണ്ട് നിങ്ങൾ കൊക്കോ കോളയ്ക്ക് വേണ്ടി വാദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഏത് ചെഗുവരയെ കുറിച്ചാണ് സംസാരിക്കുന്നത്? ഗാന്ധിയുടെ പടം വെച്ച് മദ്യം വിറ്റ രാജ്യമാണിത് എന്നോർക്കുക. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ജീവിതം. ഇവിടെയാണ് യഥാർത്ഥത്തിൽ സാമ്രാജ്യത്വത്തിനെതിരായ സമരം എന്ന് പറയുന്നത്. കേവലം ഫലസ്തീനിലെ പോരാളികൾക്ക് നാം നൽകുന്ന പിന്തുണ എന്നതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ജീവിതം നിലനിർത്താൻ വേണ്ടി നടത്തുന്ന പോരാളികൾക്കുള്ള പിന്തുണ കൂടിയാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഞാൻ അതുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ സത്യത്തെ അസത്യത്തിൽ നിന്ന് വേർതിരിച്ചറിയാൻ അതിശക്തമായ അതിസൂക്ഷ്മമായ ഒരു നിരീക്ഷണ ശേഷി ആവശ്യമാണ്. അത് ഏതെങ്കിലും ആളുകൾ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ഫോർമുല വെച്ചുകൊണ്ടല്ല. കാരണം എല്ലാ ഫോർമുലകളെയും അട്ടിമറിക്കാൻ കഴിയുന്നവരാണ് സാമ്രാജ്യത്വം എന്ന് നാം തിരിച്ചറിയുക. ആ ഫോർമുലകളിൽ നാം ഇന്ന് ശരിയാണെന്ന് വിശ്വസിക്കുന്ന മുദ്രാവാക്യങ്ങൾ, വ്യക്തികൾ, ആളുകൾ ഒക്കെ തന്നെ നാളെ നമ്മെ വഞ്ചിക്കുന്നവരായി മാറിയേക്കാം. അത് തിരിച്ചറിയേണ്ടതുണ്ട്. അത് തിരിച്ചറിയാൻ കഴിയുന്ന വലിയൊരു യുവത നമുക്കുണ്ടാവണം. ആ യുവതയുടെ ഏറ്റവും വലിയ ശക്തി നാളെ, അതിലേറ്റവും പ്രധാനം ഞാൻ ആദ്യം പറഞ്ഞതാണ്, നാളെ ഞങ്ങൾക്കിവിടെ ജീവിക്കേണ്ടതാണ്. ഞങ്ങൾ അടിമകളായല്ല ജനിച്ചത്, പക്ഷേ ഞങ്ങളെ അടിമകളാക്കുന്നു ഞങ്ങളുടെ മണ്ണും വെള്ളവും ജീവിതവും തൊഴിലും ജീവനോപാധികളും വിറ്റുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ അതിനെതിരെ പോരാടും, അത് സംരക്ഷിക്കും എന്ന് പറയുന്ന ഒരു യുവജന പ്രസ്ഥാനത്തിന്, സോളിഡാരിറ്റിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എന്നെ ക്ഷണിച്ചതിനും എന്നെ പ്രസംഗിക്കാൻ വിളിച്ചതിനും നന്ദി, അഭിവാദ്യങ്ങൾ.